അത് ഡൂസ് ആൻഡ് ഡോൺസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളാലുള്ള ഒരു നീതിയുടെ ചട്ടക്കൂടല്ല, അതിന് വെളിയിലുള്ള, അതിന് ഉന്നതിയിലുള്ള ഒരു നീതിയെക്കുറിച്ചാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം നമ്മളോട് പറയുന്നത്. ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ് നമ്മൾ, കരുണയാൽ വിധിക്കപ്പെടുന്നവരാണ്. നമ്മുടേതല്ലാത്ത ഒരു നീതിയാൽ, ദൈവത്തിന്റെ സ്വർഗീയ നീതിയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. ആ സ്വർഗീയ നീതിയാണ് നമുക്ക് വിശ്വാസം തന്നത്. ആ വിശ്വാസത്തിന്റെ പരിശോധനയാണ് നമ്മളെ സ്ഥിരതയിലേക്ക് നയിക്കുന്നത്. നമുക്ക് പ്രത്യാശയുടെ നല്ല സ്വീകാരം, സ്ഥിരത മുറുകെ പിടിക്കേണ്ടതിനെ കുറിച്ചാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നത് വരെ ആ വിശ്വാസം വളരണം. വിശ്വാസത്തിനനുസൃതമായ ഫലം, പ്രത്യാശയ്ക്ക് യോജിച്ച ഫലം, അല്ലെങ്കിൽ നമ്മെ വിളിച്ച ആ ഉന്നതമായ ദൈവിക വിളിക്ക് യോഗ്യമായ ഫലം, അത് മാനുഷികമായി ഉണ്ടാകാത്ത, എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ മാത്രം ഉണ്ടാകുന്ന ആ ഒരു ദിവ്യമായ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നത്. യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് ആ സ്ഥിരതയുടെ അടയാളങ്ങൾ മനുഷ്യനിൽ കാണാൻ കഴിയും. ഒന്ന്, അവന് തന്റെ സഹോദരങ്ങളോടുള്ള മനോഭാവമാണ്. രണ്ട്, അവന് ലോകത്തോടുള്ള മനോഭാവം. ഇത് രണ്ടുമാണ് ഫ്രൂട്ട് എന്ന തലത്തിൽ നമുക്ക് കാണാൻ പറ്റും. യാക്കോബിന്റെ ലേഖനത്തിൽ മുഴുവൻ ഫ്രൂട്ട് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ ഫലം അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് കാണുന്നത് നമ്മളുടെ വാക്കുകളുടെ പ്രയോഗവും അതുപോലെ നമ്മളുടെ സഹോദരങ്ങളോടുള്ള മനോഭാവം. അപ്പൊ ശരിക്കും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ എന്നറിയാൻ നമ്മുടെ വാക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. വളരെ പെട്ടെന്ന് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാണോ എന്ന് മനസ്സിലാക്കാം. ഞാൻ ഭയങ്കര വിശ്വാസിയാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ അത് വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് എവിഡൻസസ് അതിന് കാണുമെന്ന് യാക്കോബ് പറയും. നമ്മുടെ ഉള്ളിൽ വിശ്വാസം സ്ഥിരമാകുന്നതിന്റെ രണ്ട് അടയാളങ്ങൾ, വെളിയിൽ കാണുന്ന അടയാളങ്ങൾ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന അടയാളങ്ങൾ. ഒന്ന് ലോകത്തോടുള്ള നമ്മുടെ മനോഭാവവും മറ്റൊന്ന് സഹോദരങ്ങളോടുള്ള നമ്മുടെ മനോഭാവവുമാണ്. ഇത് രണ്ടും ക്ലിയർ ആവുക എന്നുള്ളത് വിശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. നമ്മൾ ബലമായി ചെയ്യുന്നതല്ല. നമ്മുടെ അകം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഫലമാണ്. ഇത് കണ്ടിട്ടാണ് നമ്മൾ വിശുദ്ധരാണ് എന്ന് മറ്റുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം ഒട്ടിപ്പിടിക്കുന്ന ഒരു മനോഭാവമാണെങ്കിൽ, ലോകത്തിന്റെ മഹത്വത്തോട് ഒട്ടിപ്പിടിക്കുന്ന ഒരു മനോഭാവമാണെങ്കിൽ, നമ്മൾ എത്ര മനോഹരമായി സംസാരിച്ചാലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ തെളിവുകളില്ല എന്നുള്ളതാണ് എന്റെ വിഷമകരമായിട്ട്. എത്ര മനോഹരമായ വാക്സാമർത്ഥ്യം ഉണ്ടായാലും, നല്ല രസകരമായി സംസാരിച്ച മണിക്കൂറിൽ ആളുകളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞാലും, കേൾക്കുന്നവർക്ക് ലോകമാണ് മുൻപോട്ട് വരുന്നതെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറുവാൻ ഈ വക അഭ്യാസങ്ങൾ കൊണ്ടൊന്നും കഴിയുകയില്ല. ഒരു മനുഷ്യനിൽ സ്ഥിരമായ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അവൻ രണ്ട് കാര്യങ്ങളിൽ കൃത്യമായും വളർച്ച കാണിച്ചിരിക്കണം. ഒന്ന്, ലോകത്തോടുള്ള അവന്റെ, ഞാൻ തിരിച്ച നേരത്തെ എങ്ങനെയായാലും ലോകത്തോടുള്ള അവന്റെ മനോഭാവവും അതുപോലെ സഹോദരങ്ങളോടുള്ള മനോഭാവവും. ഈ രണ്ട് അടയാളങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് കണ്ണാടിയിൽ മാത്രമല്ല നമ്മൾ ഇത് കാണുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് അനുഭവിക്കുന്ന രീതിയിലേക്ക് വിശ്വാസത്തെ കൊണ്ടുചെല്ലാൻ നമുക്ക് കഴിയുന്നത്. അപ്പൊ സഹോദരങ്ങളോടുള്ള മനോഭാവത്തിനകത്ത് ഒരു പ്രധാന കാര്യമാണ് നമ്മൾ ദൂഷണം പറയാതിരിക്കുക എന്നത്. നമ്മൾ ഇന്നലെയും ആ ഒരു വാക്യം വായിച്ചിരുന്നു. കരുണയുള്ളവരെ പോലെ, ആരെയും വിധിക്കാതെ കരുണയുടെ പ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ നമ്മൾ എല്ലാ സഹോദരങ്ങളെയും അങ്ങനെ കൃപയോടെ കാണണമെന്ന് നമ്മൾ വിളിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം 1-ാം അധ്യായത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ ആ 1-ാം അധ്യായത്തിലെ വാക്യം എടുത്തുകൊണ്ട് വരികയാണ് 3-ാം അധ്യായത്തിലേക്ക്. 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. അപ്പം സഹോദരങ്ങളുള്ള മനോഭാവത്തിൽ പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ എന്താണ് നമ്മുടെ നാവ് ഉച്ചരിക്കുന്നത് എന്നുള്ളത്. അത് മക്കളോടായാലും സ്പൗസസിനോടായാലും നെയ്ബേഴ്സിനോടായാലും ആരോടായാലും അയാളുടെ അസാന്നിധ്യത്തിലായാലും നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ വിശുദ്ധീകരണത്തെ കാണിക്കും. ഹൃദയം നിറഞ്ഞു കവിഞ്ഞല്ലോ അധരം സംസാരിക്കുന്നു. എന്താണ് നിറഞ്ഞു കവിയുന്നതെന്നുള്ളതിന്റെ ഏറ്റവും നല്ല അടയാളം എന്താണ് നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എന്നുള്ളത്. പണ്ട് കാലത്ത് സ്ത്രീകളായിരുന്നു ഒത്തിരി ഗോസിപ്പ് പറയുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. പണ്ട് കാലത്തെ ആത്മീക നേതാക്കന്മാരൊക്കെ പറയുന്നത് അധികം സംസാരിക്കരുത്, കുറച്ച് സംസാരിക്കണം. കൂടുതൽ സംസാരിച്ചു പോയാൽ നമ്മൾ മൂന്നാമത് ഒരാളുടെ കുറ്റം പറയും. അതുകൊണ്ട്
കുറച്ച് സംസാരിച്ചാൽ മതി എന്ന് പണ്ട് ആൾക്കാർ പറയുമായിരുന്നു. അന്ന് പുരുഷന്മാർ വെളിയിൽ പോകുന്നു, അധ്വാനിക്കുന്നു, പൈസ കൊണ്ടുവരുന്നു, വീട്ടുകാരെ സഹോദരിമാർ അടുത്ത വീട്ടുകാരോട് സംസാരിക്കുന്നു, മൂന്നാമവരുടെ കുറ്റം പറയും. കുറച്ചുകൂടെ സമയം ഉണ്ടെന്നല്ല, എന്നാൽ പോലും മറ്റൊരാളുടെ ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചുകൂടെ സമയം ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുരുഷന്മാരാണ് കൂടുതൽ ഗോസിപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഈ കാര്യത്തിൽ ഈ അടുത്ത കാലത്ത്, ഈ വരുന്ന കാലങ്ങളിൽ വളരെ വളരെ എന്താ പറയുന്നത്, കാഷ്വൽ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പണ്ടൊരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എന്താ കറി എന്ന് ചോദിച്ചപ്പോൾ, ഞായറാഴ്ചയാണോ? ഞായറാഴ്ചയാണെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ഫ്രൈ ആണെന്ന് ചോദിച്ചത്, പാസ്റ്ററെ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. കാരണം ഫുഡ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ വർഷിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഒരു ഫുഡുണ്ട്. അതിനിടയിലാണ് പാസ്റ്റർ പ്രസംഗത്തെക്കുറിച്ചും പാസ്റ്റർ പെരുമാറ്റത്തെക്കുറിച്ചും ഷേക്ക് ഹാൻഡ് തരാത്തതിനെ കുറിച്ചും എല്ലാം അനലൈസ് ചെയ്ത് അയാൾ അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ അവസാനം അതിന്റെ ഒരു രുചിയോട് കൂടിയാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഇത് ഈ നാവിന്റെ പ്രയോഗങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. വേറെ ആർക്കും ഒരു നഷ്ടവും ഇല്ല. നിങ്ങൾ വേറൊരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മുടെ വിശുദ്ധീകരണമാണ് ഏത് കോലത്തിലാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ നാവിനെ നിയന്ത്രിക്കാതിരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഉപദേഷ്ടാവായിരിക്കാൻ സാധിക്കും. അവരുടെ വായിൽ ദൈവം വചനം ഏൽപ്പിക്കും. ഒരേ വായിൽ നിന്ന് മോശമായതും നല്ലതും പുറപ്പെടാൻ ദൈവം അനുവദിക്കും. നിങ്ങളുടെ വായ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം എടുക്കാനുള്ള അധികാരം ദൈവം തരികയില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് തെറി പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാനൊരു പേന എടുത്ത് എഴുതി, പേന തെളിയുന്നില്ല. അപ്പൊ അടുത്ത ഒരു കൂട്ടുകാരൻ്റെ നിന്നെടുത്ത് ഒരു പേനയും, അതും തെളിയുന്നു. ഒരു വാക്ക് എഴുതിയപ്പോഴേക്കും അതും. അപ്പൊ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ വായിൽ നിന്ന് ഒരു എക്സ്പ്ലിറ്റീവ് 4ാമത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് I cracked an expletive in that classroom. ആരോ പറഞ്ഞു, ടീച്ചർ വന്നു, വളരെ ക്രൂരമായിട്ട് എന്നെ അടിച്ചു. ഐ തിങ്ക് ദാറ്റ് വാസ് ദ ഫസ്റ്റ് caning I got from the school. അന്ന് ടീച്ചർ എന്നോട് പറഞ്ഞ ഒരു വാക്ക്, നിന്റെ വായിൽ ഒരിക്കലും ഇത് വരരുത്, അത് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങനെ അടിക്കുന്നത്. Somehow that pain was there still in my hand. ഞാൻ ആരുടെങ്കിലും ഇരട്ടപ്പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് പെറ്റ് നെയിംസ് ഉണ്ടല്ലോ, ഇരട്ടപ്പേര് നിക് നെയിംസ് അല്ല, പെറ്റ് നെയിംസ് വിളിക്കാൻ പോലും എനിക്ക് ഉൾഭയം ഉണ്ടാവും. സോ ഐ വാസ് സോ റിസ്ട്രെയിൻഡ് ആഫ്റ്റർ ദാറ്റ് caning. ഒരുപക്ഷെ ദൈവം അന്ന് ടീച്ചറെ വിട്ടതായിരിക്കാം. കാരണം നമ്മുടെ നാവ് എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പ്രീപ്ലാൻ ആയിരിക്കാം ഞാൻ വിചാരിക്കും. ഞാൻ എൻ്റെ മകനോട് ഒരിക്കൽ പറഞ്ഞു, we were coming from Andhra Pradesh. My son didn't know expletives of Malayalam. So he would go to play and come home. There he doesn't know any meaning. So he would recite what he heard from the ground. I told him, if you use words like this, God will not give you authority to use your tongue to glorify him or to proclaim him. ഇത് ദൈവത്തിന്റെ വചനം സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, വചനം എടുക്കണം, ദൈവത്തോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരേ ഉറവയിൽ നിന്ന് ചീത്തയും നല്ലതും പുറപ്പെടാൻ ദൈവം അനുവദിക്കില്ല എന്ന് യാക്കോബ് സ്പഷ്ടമായി പറയുന്നു. സോ ഉപദേഷ്ടാവ് ആകാൻ ആഗ്രഹിക്കുന്നവരും ദൈവത്തിന് മുൻപിൽ വിശ്വസ്തരായി ജീവിക്കണം, കരുണ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും സഹോദരങ്ങളെ കുറിച്ചുള്ള ദൂഷണം നാവിൽ വരാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം എന്ന് ദൈവത്തിന്റെ വചനം. നാവിന് കടിഞ്ഞാണില്ലെങ്കിൽ അവൻ എത്ര വലിയ ടീച്ചറായി. ഞാൻ തമാശ പറഞ്ഞതിനെ കുറിച്ചല്ല കേട്ടോ പറയും. ചിലർ പറയാം അവൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗൗരവമുണ്ട്. ഈ ഗൗരവം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മോശം വാക്കുകൾ പറയുന്നത്, ദൂഷണം, സഹോദരനെതിരെയുള്ള ദൂഷണം പറയുന്നത്. ഈ മോശം വാക്കുകളുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരാളുടെ ലുക്കിനെ കളിയാക്കുക, അല്ലെങ്കിൽ അപ്പിയറൻസിനെ കളിയാക്കുക, ബോഡി ഷേമിങ്. I was a victim. I had been a victim of body shaming for so long because I was very fat. ഞാൻ ഈ ലോക്ക്ഡൌണിന് മുമ്പ് വളരെ തടിയനായ ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ you could see the difference. ചെറുപ്പം തൊട്ട് നല്ല തടിയനായിരുന്നു. അതുകൊണ്ട് പീപ്പിൾ യൂസ്ഡ് ടു ബോഡി ഷെയിം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാനത്
ഞാൻ തന്നെ അതൊരു ഫണ്ണായിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ അതുപോലെ കളറ്, അതുപോലെ ഇത് ഇങ്ങനെ മനുഷ്യന്റെ സംസാരത്തെ കളിയാക്കുക, വിക്കുണ്ടെങ്കിൽ അത് കളിയാക്കി പറയുക, ഇങ്ങനെ മനുഷ്യരുടെ ബലഹീനതകളെ കളിയാക്കുന്ന ദൂഷണം, ഈ ദൂഷണം ഒരിക്കലും നമ്മുടെ വായിൽ ഉണ്ടാകരുത്. എന്നെ ദൈവം പഠിപ്പിച്ചൊരു പാഠമാണിത്. സാധാരണ ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് വരുമ്പം വീട്ടുകാർ ചോദിക്കും, എങ്ങനെ പെൺകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അയാൾ എങ്ങനെ, ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. കാരണം എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. സോ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ട്? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ പോലും അത് നാവിലേക്ക് വരരുത്. ബിക്കോസ് ഗോഡ് ക്രിയേറ്റഡ് എവ്രി വൺ ഇൻ ഹിസ് വിസ്ഡം ആൻഡ് ഓൾ ആർ ബ്യൂട്ടിഫുൾ when we receive his grace. And if we don't have his grace, however beautiful you may appear, that's not real. ഇങ്ങനെ ആളുകളെ കുറിച്ചുള്ള നമ്മുടെ കമന്റ്സ്, നോട്ടത്തെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവന്റെ ആറ്റിറ്റ്യൂഡ്സിനെ, ഗേറ്റ്, നടക്കുന്ന ഗേറ്റ്, ഇതെല്ലാം കളിയാക്കുന്ന ഒരു മനോഭാവം നിങ്ങളുണ്ടെങ്കിൽ പരിഹാസികളായിട്ട് നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ നാവ് ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കേണ്ട അതേ നാവ് കൊണ്ട് തന്നെ സഹോദരനെ ദുഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഞാൻ 2000 ആണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഗൗരവമായിട്ട്, ബൈബിൾ കോളേജ് പഠിക്കുന്ന കാര്യം. അതായത് നമ്മൾ ഒരു പെയിന്റിങ് കണ്ടിട്ട് ഈ പെയിന്റിങ് രസമില്ല എന്ന് പറയുമ്പം ദ പെയിന്റിങ് ഈസ് നോട്ട് ഹർട്ട് ബട്ട് ദ പെയിന്റർ ഈസ്. അതുപോലെ നമ്മൾ ആരെങ്കിലും കളിയാക്കുമ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. He is not responsible for his height or weight or even color, but you are directly abusing God. Hey, you don't know how to create. Hey, you created that man in a very bad way. He's very bad looking. You are really insulting the creator. നമ്മളിത് വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്ന കാര്യമാണ്, തമാശയായിട്ട്. ഈ വക കാര്യങ്ങളെ കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. സഹോദരങ്ങളോടുള്ള നമ്മുടെ മനോഭാവം ബഹുമാനത്തിൻ്റെതായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ജാതികളെ മൊത്തം അങ്ങ് ദൂഷിക്കും. ആ ജാതിപ്പെട്ടവർ എങ്ങനെയാ ബ്രദറെ, അല്ലെങ്കിൽ റേസിസം. ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ പൊളിറ്റിക്സ് കളിച്ച് അവര് ഒരുമാതിരി റേസിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി മാറിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ പെർസെപ്ഷനും മനസ്സിലതുണ്ടാവില്ല, ബട്ട് സൈഡിങ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ദേ ഹാവ് ബിക്കം ലൈക്ക് റേസിസ്റ്റ്. ഇവിടെ എല്ലാം സഹോദരങ്ങളെ ദുഷിക്കുകയും ഞങ്ങൾ മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയുടെ ഭാഗമായി മാറുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ മാത്രത്തിന്റെ ഒരു ഗ്രൂപ്പായിട്ട് ക്രിസ്ത്യൻ ചർച്ച് വന്നാൽ അവസ്ഥ ആലോചിച്ചു. സോ ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് വേൾഡ് വൈഡ്. അന്ത്യകാലത്തുള്ള വലിയ ചതികളിൽ ഒന്നാണ് ക്രിസ്ത്യൻ ചർച്ച് ഒരു വിഭാഗത്തിൻ്റെതായി മാറുന്നത്. അത് ഒരു അല്ലെങ്കിൽ ഒരു ജാതിയുടേതായി മാറും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത. നമ്മുടെ കേരളത്തിലും ഈ വ്യവസ്ഥ ഭയങ്കര സ്ട്രോങ്. അതായത് ജാതി വ്യവസ്ഥ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിശ്വാസികളാവുന്നവർക്ക് അത്രയും പ്രോബ്ലം ഇല്ല. എൻ്റെ ഭാര്യ മലയാളിയല്ല, എൻ്റെ ഭാര്യ കന്നഡ മാതൃഭാഷയായിട്ടുള്ള ആളാണ്. അവർ 8 മക്കളാണ്. 8 മക്കളിൽ 7 പേരും വിശ്വാസികളാണ്. അമ്മയും വിശ്വാസിയാണ്, പിതാവില്ല. ഒരു മകൻ മാത്രമാണ് ഹിന്ദു വിശ്വാസത്തിലുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തിട്ട് എനിക്ക് വിശ്വാസിയാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെ ഞാൻ മുമ്പോട്ട് കൊണ്ടു, ഒന്നും അറിയില്ല. He's not willing to listen, but now he is coming away. ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത് ഇപ്പൊ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത പിള്ളേരായാലും അവർക്കൊന്നും ഒരു വ്യത്യാസമില്ല. കാരണം എല്ലാം ആരെ വിവാഹം കഴിച്ച ഒരു ജാതി ഏതാന്ന് ചോദിക്കത്തില്ല. ക്രിസ്ത്യാനിയായി കഴിഞ്ഞപ്പോഴേക്കും they became cosmopolitan. 7 പേരും കല്യാണം കഴിച്ച് 7 വ്യത്യസ്തരായ സ്ഥലങ്ങളിൽ നിന്നാണ്. മീൻസ് 7 വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ. They don't care. But we Malayalis care that a lot. അതും
സഹോദരങ്ങൾക്കെതിരെയുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പം ഒന്നാണെങ്കിലും നമ്മൾ ഒന്നല്ല എന്ന് ആണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് എത്ര തൂത്താലും നമ്മുടെ മനസ്സിൽ കാണും. എല്ലാവരുടെ സ്നേഹമൊക്കെ ബ്രദറെ, പക്ഷെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ അതേ ജാതിയിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ വെറും ജഡത്തിന്റെ അഭ്യാസങ്ങളാണ്. ഒരു പ്രശ്നം ഉണ്ടായില്ല. ധൈര്യമില്ലെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഈ സഹോദരങ്ങളെ ദുഷിക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന, അവർക്കെതിരെ മോശമായി സംസാരിക്കുന്ന പല മനോഭാവങ്ങൾ നമുക്കും. അപ്പം സഹോദരങ്ങളോടുള്ള നമ്മുടെ മനോഭാവമാണ് ഒരു സഭയിൽ ധനവാനും ദരിദ്രനായവരും വന്നു കഴിഞ്ഞാൽ അവരെ ഒരുപോലെ കാണുന്ന ആ ഒരു മനോഭാവമാണ് ശരിക്കും ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും അപ്പം നുറുക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഒന്നായതുകൊണ്ട് പലരായ നാം ഒരു ശരീരമാണ്. ഓക്കെ, അപ്പോൾ നാവിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഗൗരവമായ ഒരു പഠിപ്പിക്കലാണ് യാക്കോബ് തരുന്നത്. നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ഈ നാവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നന്നാകാൻ ശ്രമിച്ചാലും നന്നാകാൻ പറ്റിയാലും തന്നെ താഴെ എഴുതിയേക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താ യാക്കോബ് പറയുന്നത്. ഓക്കെ, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. അപ്പൊ ഉപദേഷ്ടാവാകണമെങ്കിൽ കോളിംഗ് ഉണ്ടെങ്കിൽ ആകാവൂ, എല്ലാവരും ആകരുത്. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഇപ്പൊ വാക്കിൽ തെറ്റാതിരിക്കുക, വാക്ക് മിസ്പ്ലേസ്ഡ് ആകാതിരിക്കുക, അങ്ങനെ ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, നാവിനെ നിയന്ത്രിക്കുന്നവൻ, അവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ നാവ് അവന് കീഴടങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ളത് നേടിയിട്ടുണ്ടെന്ന്. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയായിരിക്കും അങ്ങനെ മിണ്ടാതെ നടക്കുന്നവരെല്ലാം കൺട്രോൾ ഉള്ളവരാണ്. അങ്ങനെയല്ല ഇവിടുത്തെ ഉദ്ദേശം. നമുക്കറിയാം ചിലർ എക്സ്ട്രോവേർട്സുകളും ചിലർ ഇൻട്രോവേർട്സും ഉണ്ട്. എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇറങ്ങി ചെന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഹലോ ബ്രദറെ എന്തൊക്കെയുണ്ട് വിശേഷം, കഥകൾ പറഞ്ഞു തുടങ്ങും പെട്ടെന്ന്. സ്ട്രേഞ്ചേഴ്സ് ഒന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇൻട്രോവേർട്സ് അങ്ങനെയല്ല. ഇൻട്രോവേർട്സ് അധികം സംസാരിക്കില്ല. അവർക്ക് ആരെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവർ സംസാരിക്കൂ. വളരെ കംഫർട്ടബിൾ ആയിരിക്കണം അവര്. കാരണം ഇത്തിരിയെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമെങ്കിൽ അവരെ അത് ഒഴിവാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമെന്ന് സംശയം തോന്നിയാൽ ഒഴിവാക്കും. ഇതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ടാണ് എനിക്കിത് അറിയാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത്രയും സ്റ്റേജിൽ നിന്ന് വാച പഠിക്കുന്ന ആള് ഇൻട്രോവേർട്ട് ആണോ. സ്റ്റേജിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ദിസ് ഇന്നാഡിക്വസി ഈസ് അഫക്റ്റിംഗ് മീ എ ലോട്ട്. കാരണം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒന്ന് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റാത്ത ഒരു ബ്ലോക്ക് എനിക്കുണ്ട്. ഫോൺ സംസാരിച്ചാൽ ദീർഘമായി സംസാരിക്കാൻ പറ്റാത്ത, 2 വാക്ക് പറയുമ്പോഴേക്കും ഓക്കെ അങ്ങനെ ആയി പോവുക. ബിക്കോസ് ദാറ്റ്സ് പാർട്ട് ഓഫ് മൈ വാട്ട് യു കോൾ ടെമ്പറാമെന്റ്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് കുറച്ചങ്ങ് ഇടപെട്ടെന്ന്. പക്ഷേ ഐ ഹാവ് ദാറ്റ് ഹെസിറ്റേഷൻ. പക്ഷെ അതേ സമയത്ത് ഫൈൻഡ് കോമൺ ഗ്രൗണ്ട്, ടോക്ക്, വി ഗോ ടോക്കിംഗ് ഫോർ മെനി അവേഴ്സ്. അത് ടെമ്പറാമെന്റിന്റെ ഭാഗമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇതിനെ നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതങ്ങനെ അല്ല. അങ്ങനെ ആകാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ദൈവത്തിന് പ്രസാദമാകുന്നു സമീകൃതമായ ഹോൾസമായ സംസാരങ്ങൾ, ഒരാളെ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതല്ലാത്തത് ഉണ്ടാകരുത്. അപ്പോ സംസാരിക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്കുകൾ വരില്ലെന്നല്ല, നമ്മൾ ദൂഷണം പ്രവർത്തിക്കുകയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് ഇരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു.
അപ്പൊ ഈ നാവ് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയോ, ഇനി മേലിലൊന്ന് ശ്രദ്ധിച്ചാലും മതി. 40 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്ത് നല്ല കൃപയാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് എന്നിട്ട് 2 വർത്താനം പറഞ്ഞു പിള്ളേരോട്. ആ കൃപയെല്ലാം 2 മിനിറ്റ് കൊണ്ട് ചോർന്നു പോകുന്ന ഭയങ്കരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിയല്ലേ? അതായത് എത്ര ഉത്തേജനമായിട്ട് ആത്മീകമായിട്ട് ബലം പ്രാപിച്ച് വീട്ടിലോട്ട് ചെന്നാലും എന്തെങ്കിലും ഗുരുത്തക്കേട് കാണുമ്പോൾ ഒരു റെസ്പോൺസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു മോശം വാക്ക് വന്നു കഴിഞ്ഞാൽ, ആ 40 ദിവസം ഉപവാസത്തിന്റെ ആത്മീകമായ ആരോഗ്യം ശരിയാണോ ഞാൻ പറഞ്ഞത്? ശരിയാണ്. കൃപ ചോരുന്ന ഏറ്റവും വലിയ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള അവയവം എന്ന് പറയുന്നത് നാവാണ്. നാവിലൂടെ ചോരുന്ന പോലത്തെ കൃപ ഒരു വഴിയേയും ചോരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ നാവാണ്. നമ്മൾ കർത്താവിന്റെ വിശദീകരണത്തിലോട്ടാണോ പോകുന്നത്, അതോ ലോകത്തിലേക്കാണോ മടങ്ങുന്നതെന്നും നമ്മൾ വളരുമോ എന്നോ വളർച്ച മുരടിച്ച് നിൽക്കുകയാണോ എന്നൊക്കെ തീരുമാനിക്കും നമ്മുടെ നാവ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിയാണെന്നാണ് ഞാൻ ഗിവിംഗ് സോ മച്ച് ഇമ്പോർട്ടൻസ് ടു അവർ സ്പീച്ച് or conversation. ഓക്കെ, അങ്ങനെ നാവും ചെറിയ അവയെങ്കിലും വളരെ വമ്പ് പറയുന്നു. നാവ് പറയുന്ന പോലെ ഒന്നും അല്ല റിയാലിറ്റി. അപ്പൊ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളിൽ ഒത്തിരി കള്ളം വരുന്നു, ഹിപ്പോക്രസി ഉണ്ടാകുന്നു, ഒത്തിരി വലിയ പാപങ്ങൾ ഇതിനകത്തുനിന്ന് വരുന്നു. ഓക്കെ, അടുത്ത വാക്യം നോക്കുമ്പോൾ, കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യും. ഇതെന്താണ് പരിപാടി? ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് വളരെ നിർദോഷമായ ഒരു കാര്യം ഒരാളോട് പറയേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷെ പറഞ്ഞു. അത് വേറൊരാളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഐ ഡിഡ്ന്റ് നോ സീരിയസ്നെസ് ഓഫ് ഇറ്റ്. അത് ഒരു വർഷമല്ല, 25 വർഷത്തോളം എന്നെ ബോധർ ചെയ്തു. ഇതാണ് ജീവചക്രത്തിന് തീ പിടിക്കുന്നത്. I was thinking, oh, how it would have affected that other person. എങ്ങനെ ആളെ ബാധിച്ചിട്ടുണ്ടാവും, കോണ്ടാക്ട് ചെയ്യാനൊരു വഴി. I was in pain for 25 years. കാരണം നിർദോഷമായ ഒരു കാര്യം ഇവരെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നറിയാതെ അത് ഞാൻ വേറൊരാളോട് ഒരു രഹസ്യം പറഞ്ഞു പോയതാണ്. So I became doubly careful after that. കാരണം ജീവചക്രത്തിന് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കാൻ ആ ഒരൊറ്റ പരിപാടി. നമ്മൾ ഇന്ന് പറയുന്ന നിസ്സാരം എന്ന് തോന്നുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ആ ഒരു വാണിംഗ്, നമ്മൾ പറയുന്ന വാക്കുകളുടെ ക്രെഡിബിലിറ്റി, അതിന്റെ ട്രൂത്ത്ഫുൾനെസ്, ഇതെല്ലാം നമ്മുടെ വിശ്വാസ്യത, ഇതെല്ലാം അളക്കുന്നത് നമ്മുടെ നാവ് എങ്ങനെ തിരിയുന്നു എന്ന് നോക്കിയാണ്. അപ്പൊ നമ്മുടെ നാവിന് അനേകരെ ആശ്വസിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഒത്തിരി പരാതി പറയുന്നവരാണ്. ഈ പരാതി പറച്ചിലും നാവിന്റെ ഒരു ദുഷ്പ്രയോഗമാണ്. ഞാൻ കുറ്റം പറഞ്ഞല്ല ബ്രദറെ, അത് സത്യമാണ്. അതെ, ഈ സത്യമായ കുറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, മുറവും അരിപ്പയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാം? മുറത്തിന്റെ പണി കഴിഞ്ഞാൽ മുറത്തിനകത്ത് കിടക്കുന്നത് നല്ല സാധനങ്ങളായിരിക്കും, ചീത്ത സാധനങ്ങളെല്ലാം അത് വെളിയിൽ പോകും. അരിപ്പയുടെ ബിസിനസ് കഴിയുമ്പോൾ അതിനകത്ത് കിടക്കുന്നതൊക്കെ നമ്മൾ കളയേണ്ട സാധനമായിരിക്കും, നല്ല സാധനങ്ങളെല്ലാം താഴെയായിരിക്കും, വെളിയിൽ പോകും. ചില ആളുകൾ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അത് അരിപ്പ പോലെ അരിച്ചു വെച്ചു, ഒരു നന്മയും അവർ ഓർത്തില്ല. വല്ലപ്പോഴും ആരെങ്കിലും ചെയ്ത തിന്മകളെല്ലാം ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര പേര് അരിപ്പകളാണ്? ഇനി മുറമായാൽ എന്താ ചെയ്യുന്നത്?
നമ്മൾ എപ്പോഴും മോശമായത് വരുമ്പോൾ അങ്ങ് പാറ്റിക്കളയും. 2 തട്ട് തട്ടുമ്പോൾ മോശമായതെല്ലാം പോകും, പതിരുകളെല്ലാം. പിന്നെ നമ്മൾ നല്ലത് മാത്രമേ കരുതി വയ്ക്കും. ഈ മോശമായതിനെ മറന്നാൽ നമ്മുടെ നാവ് ഒരു വിധത്തിൽ രക്ഷപ്പെടും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. എനിക്ക് നല്ല മറവി ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ മറവിയുടെ ഒരു ഭാഗം ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചാണ്. ഇമോഷണൽ മെമ്മറി, വികാരങ്ങളുടെ ഓർമ്മ എനിക്ക് വേണ്ട എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താണ് വികാരങ്ങളുടെ ഓർമ്മ? ഉദാഹരണത്തിന് എന്നെ ഒരാൾ കളിയാക്കിയാൽ, അല്ലെങ്കിൽ എന്നോട് ദോഷം പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ എന്നെ തല്ലിയാൽ, ആ തല്ലിയ സംഭവം ഞാൻ ഓർത്താലും അന്ന് ഞാൻ അനുഭവിച്ച വേദന ഞാൻ ഓർക്കരുത്. ഈ വേദന ഓർത്താൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ അത് ഓർക്കുമ്പോൾ കരയും. കഴിഞ്ഞ ദിവസം ഒരാളുടെ സംസാരിച്ചപ്പോൾ 26 വർഷം മുമ്പ് ആരോ പറഞ്ഞൊരു വാക്ക്, അതിനുശേഷം അവർ തമ്മിൽ നല്ല സ്നേഹമായി, ഭയങ്കര സന്തോഷമായി. 20 വർഷം മുമ്പ് ഒരാൾ പറഞ്ഞ വാക്ക് ഓർത്ത് കരഞ്ഞോണ്ട്. സോ ദ പെയിൻ ഈസ് നോട്ട് ഗോയിങ് എവേ. അങ്ങനെയുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ അമ്മ പണ്ട് കല്യാണം കഴിച്ചു വന്ന സമയം, അതിനുശേഷം ഗംഗാ നദിയിലൂടെ എത്ര ഗാലൻ വെള്ളം പോയി ബംഗാൾ കടലിൽ പോയി വീണു. അതിനുശേഷം എത്ര പ്രാവശ്യം ഇവിടെ നമ്മൾ ശ്വസിച്ചു വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കറങ്ങി തിരിഞ്ഞ് പിന്നെ ഓക്സിജനായി വന്നു. അതല്ല, അതേ എന്താ പറയുന്നത്, ഓക്സിജൻ പിന്നെ വന്നു കാണും. അത്രയും കാലം കഴിഞ്ഞു പോയാലും നമ്മുടെ വേദന പോലും. അങ്ങനെയുള്ളവരുണ്ടോ? കർത്താവ് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാമോ? രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വഴക്ക് സെറ്റിൽ ചെയ്തതിനുള്ള കുഴപ്പം എന്താണ്? പിശാച് രാത്രിയിലാണ് വരുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങൾ? രാത്രി വാതിൽ തുറക്കും, വെള്ള വസ്ത്രം ഇട്ട്, അങ്ങനെയല്ലേ വരുന്നത്? അവിടെ പണ്ട് കാലത്ത് ഇങ്ങനെ എന്താ രാത്രിയിൽ പിശാച് വരുമെന്നുണ്ട് ഞങ്ങൾക്കും ഭയമൊക്കെ ഉണ്ടായിരുന്നു. രാത്രി വാതിൽ തുറക്കുമ്പം വെള്ള വസ്ത്രം ഇട്ടൊരാണ്, അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂര്യാസ്തമയത്തിന് മുമ്പ് നിങ്ങൾ കോപം എന്താന്ന് വെച്ചാൽ സെറ്റിൽ ചെയ്യണം, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് എപ്പോഴായിരിക്കും വരുന്നത്? സൂര്യാസ്തമയം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നത്. പിശാച് വന്നതിന് സംഭവിക്കുന്നറിയാം, നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കഴിയും. ആ ദേഷ്യത്തിന്റെ കൂടെ ഒരിത്തിരി വെറുപ്പ്. ഈ പിശാചിന് ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വെറുപ്പ് ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് പണ്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിച്ചപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ അത് ക്ഷമിക്കാതെ ഉള്ളിൽ കിടന്ന് അത് ആ മനുഷ്യനോടുള്ള വെറുപ്പായി വന്നു. കുറെ കഴിയുമ്പോൾ ദേഷ്യം അങ്ങ് ആറും. ദേഷ്യം നമുക്കിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ ആ ദേഷ്യം പതുക്കെ ആ മനുഷ്യനോടുള്ള വെറുപ്പായിട്ടും വന്നു. ഇങ്ങനെയാണ് പിശാചിന് നമ്മൾ പ്ലേസ് കൊടുക്കുന്നത്. ദേഷ്യം എന്ന് പറയുന്ന വികാരം നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ വെറുപ്പ് എന്ന അവസ്ഥ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരുമായി എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനടി അത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണത്തെ പിന്നീട് അത് വളരെ ഗൗരവമായി ബാധിക്കും. സഹോദരങ്ങളുള്ള മനോഭാവം, അത് ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ മക്കളുടെ ആയാലും ആരുടെ ആയാലും, ഉടനടി സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ദേഷ്യം തണുത്ത് ഉറയുന്നത് വൈരാഗ്യമോ വിരോധമോ ആയിട്ടാണ്. ആ ദേഷ്യം തണുത്തുറയുന്നതിന് മുൻപ് നമ്മൾ ആ വിഷയം സഹോദരനുമായിട്ട് സെറ്റിൽ ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പലതരം നോവുകൾ, മുറിവുകൾ, വൈരാഗ്യ ബുദ്ധികൾ, ക്ഷമിക്കാതെ വിട്ട് അത് വെറുപ്പായി മാറിയത്, ഇതെല്ലാം നിറഞ്ഞാണ് ഈ ശബ്ദങ്ങൾ വേണ്ടാത്തൊക്കെ വരുന്നത്. അപ്പോൾ നാവ് ക്ലിയർ ആയി എങ്കിൽ നമ്മൾ ഒരു ശുദ്ധീകരണത്തിന്റെ ഒരു മെഷർ നമ്മൾ പ്രാപിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. അതെ. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി. ഈ എല്ലാ അവയവങ്ങളിലും വെച്ച് അനീതിയുടെ ഒരു ലോകം ഉണ്ടാക്കിയേക്കുന്നത് ഈ നാക്കാണ്. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അവസാനമായി കുറ്റം പറഞ്ഞ ആളുകളുടെ പേരെന്ന് എഴുതി
ഇപ്പൊ വേണ്ട, പിന്നെ മതി. നിങ്ങൾ അവസാനം കുറ്റം പറഞ്ഞ അയാളുടെ പേരെന്ന് എഴുതി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 5-6 നന്മയെങ്കിലും വേണ്ടേ? ഉണ്ടാവുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൗൺസിൽ ചെയ്യാൻ നേരത്തെ ഒരു സഹോദരൻ ചോദിച്ചു, ഭാര്യയായിട്ട് ഭയങ്കര വഴക്ക. ഭാര്യയെ കുറിച്ച് ഒരു 2 പോസിറ്റീവ് കാര്യം പറയാമോ? പുള്ളി പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ ഹി കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ്. അപ്പൊ പുള്ളി തനി അരിപ്പയാണ്. നിങ്ങൾ അരിപ്പയാണോ മുറമാണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങളുടെ ഈ പഴയ ചില അരിപ്പകള് 25 വർഷം മുമ്പും 30 വർഷം മുമ്പുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങി ഒട്ടിപ്പിടിച്ച് അത് തൂത്താലും തുടച്ചാലും പോകാത്ത അവസ്ഥയിലായിട്ടുമുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുക്കാന്ന് പറയുന്നത് നിസ്സാര പരിപാടി ആയിരിക്കില്ല. ഇതെല്ലാം നമ്മൾ ഗൗരവമായി കാണണം. കാരണം നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ് നമ്മുടെ നാവിന്റെ നിയന്ത്രണം, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണമല്ല. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ അതരം സംസാരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഈ നരകത്താൽ അതിന് തീ പിടിക്കുന്ന പറഞ്ഞു. അപ്പൊ നരകത്തിന്റെ തീ പോലെയാണ് നമ്മൾ ഒരു മോശം വാക്ക് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മളെ നീട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയുമല്ല, നാളെ നമ്മൾ വചനം എടുത്തുകൊണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ ആൾക്കാർ ഇവനല്ലടാ ഇന്നാള് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞ് എന്ന് അവർ ചോദിക്കുക. എത്ര വർഷം കഴിഞ്ഞാലും ഈ പറഞ്ഞ വാക്ക് തൂത്ത് കളയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും ഞാൻ ഏറ്റു പറയണം, ഞാനന്ന് അങ്ങനെ പറഞ്ഞു പോയായിരുന്നു. കാരണം ഇത് കേൾക്കാത്തവൻ, അതായത് നമ്മൾ മാനസാന്തരപ്പെട്ടവരെല്ലാവരും അറിയുന്നില്ലല്ലോ, ഈ വാക്കിന് യാതൊരു വിലയും ഉണ്ടാവില്ല. അപ്പൊ നാവിനെ എത്രമാത്രം സൂക്ഷിക്കണം. പ്രബോധനം പറയാൻ എഴുന്നേൽക്കുന്നവര്, സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുന്നവര്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ആൾക്കാർ പറയല്ലേ, ആരാധിക്കുന്ന ആൾക്കാരാ വായിൽ സ്തോത്രം പറയേണ്ട വായ കൊണ്ട് ഇത് പറയുന്നു, നമ്മൾ തന്നെ പറയാമോ? അപ്പൊ നാട്ടുകാർ പറയല്ലേ, ഉറപ്പായിട്ടും പറയും. അപ്പൊ ഇത് നരകത്തീ പോലെയാണ് ഇത് വരുന്നത്, നാവ് കൊണ്ടുണ്ടാകുന്ന ദൂഷണം. അടുത്ത വാക്യം നോക്കിയേ. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വക എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു, മെരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാനാവുന്നതല്ല. സമാധാനമായി. നമ്മൾ വിചാരിച്ച പരിപാടി പാമ്പിനെ ഇണക്കി വളർത്തിയാൽ, പാമ്പിനെയൊക്കെ ഒത്തിരി പേര് വളർത്തുന്നുണ്ടല്ലോ അല്ലെ. ഇഴജാതി, ജലജന്തു, മൃഗം, പക്ഷി എല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങിയാലും നാവ് മാത്രം മെരുങ്ങില്ല. മനുഷ്യനാൽ സാധിക്കില്ലെന്ന് പറയും നാവിന്. ഓക്കെ, നിങ്ങൾക്ക് വേണ ഒരു പാറ്റയെ നിങ്ങൾക്ക് ഇണക്കിയെടുക്കാം. എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതിനെ ഇണക്കിയെടുത്താൽ പോലും ഈ നാവിനെ ഇണക്കിയെടുക്കാൻ പറ്റില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. അത്ര കട്ടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഞാൻ എന്തായി പ്രസംഗിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ഒരാള് എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, പാസ്റ്റർ പറയുമ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒരു സമയത്ത് പറയും മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മറു സ്ഥലത്ത് പറയും നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര ഉപദേശമുണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ പറ്റുമോ ഇല്ല? എന്താ അതിന്റെ ഉത്തരം? നാവിനെ നിയന്ത്രിച്ചേ പറ്റൂ. നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? നാവിനെ നിയന്ത്രിച്ചേ പറ്റൂ. നമ്മളെ കൊണ്ട്, ഒരു മനുഷ്യനെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം വഴിയെ പോകുന്ന ഒരു മൃഗത്തെ, ഒരു മുതലയെ അല്ലെങ്കിൽ ഒരു സിംഹത്തെ നിങ്ങൾക്ക് ഇണക്കാൻ പറ്റിയാൽ പോലും ഈ നാവിനെ ഇണക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ ഇതൊരു കൽപ്പനയായിട്ട് നമുക്ക് തന്നിട്ടുമുണ്ട്. എന്ത് ചെയ്യും? അവിടെയാണ് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താ നിറയേണ്ടത്? ഹൃദയത്തിൽ ക്രിസ്തുവാണ് വസിക്കേണ്ടത്. ക്രിസ്തു ഹൃദയത്തിൽ വിശ്വാസത്താൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നാവിന്മേൽ അധികാരം ഉണ്ടാവൂ, നാവിനെ നിയന്ത്രിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് വിശുദ്ധീകരണത്തിന്റെ അടയാളമായിട്ട് പറയുന്നത്. ഒരു മനുഷ്യൻ പ്രബോധിപ്പിക്കുമ്പോൾ അവൻ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നവനും അവന്റെ നാവിനെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നവനുമാണ്. ഓക്കെ, അത് അടങ്ങാത്ത ദോഷവും മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവും അവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സദൃശ്യത്തിലുണ്ടായ മനുഷ്യർ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ
സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ആരും നാവിനെ ദൂഷണത്തിനായി ഉപയോഗിക്കരുത് എന്ന് യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെയായിരിക്കുന്ന യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയും. ഈ ഒരു തത്വം യേശു കർത്താവും പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞത് നല്ല മരത്തിൽ നിന്ന് നല്ല ഫലമേ പുറപ്പെടുകയുള്ളൂ. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാം. ശരിക്കും നല്ല വൃക്ഷത്തിൽ നിന്ന് മോശം ഫലങ്ങൾ ഉണ്ടാവുമോ? മോശം വൃക്ഷത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാവും? നമ്മുടെ ലൈഫിലേക്ക് നോക്കിയാൽ നമ്മൾ നല്ല വൃക്ഷമാണോ മോശം വൃക്ഷമാണോ? എങ്ങനെ തോന്നുന്നു? നമ്മുടെ ഫലങ്ങൾ ഇടയ്ക്ക് മിക്സഡ് അല്ലേ? ഇടയ്ക്ക് നല്ല ഫലവും ഇടയ്ക്ക് മോശം ഫലവും ഒക്കെ ആയിട്ടല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾ കാണുന്നത്? അപ്പൊ കർത്താവ് എന്താ പറഞ്ഞ? നല്ല ഫലത്തിൽ നിന്ന് നല്ല വൃക്ഷത്തിൽ നിന്ന് മോശം ഫലം ഉണ്ടാവില്ല, മോശം വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം ഉണ്ടാവില്ല. അപ്പോ നമ്മളിൽ എങ്ങനെയാണ്? ചില നല്ല വശങ്ങളും ചില മോശം വശങ്ങളും എല്ലാവർക്കും ഇല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നല്ല വൃക്ഷമാണോ മോശം വൃക്ഷമാണോ? എങ്ങനെ അറിയാം? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വളരെ മോശം വൃക്ഷമാണ്. നമ്മളിൽ നല്ല ഫലങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് തോന്നുന്ന ഫലം നല്ലതാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ക്രിസ്തു വസിച്ചിട്ട് നമ്മളിൽ പുറപ്പെടുന്ന ഫലങ്ങളല്ലാത്ത ബാക്കി ഒരു ഫലവും നല്ല ഫലമല്ല, ജഡത്തിൻ്റെതാണ്. ജഡത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന യാതൊന്നും ദൈവത്തിന് ഒരിക്കലും പ്രസാദമുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എത്ര നല്ല തോട്ടാണെന്ന് ഞാൻ ചിന്തിച്ചാലും ജഡത്തിൽ നിന്ന് വരുന്നതാണോ ദൈവത്തിന് അത് അറപ്പാണ്. അതിൽ നിന്ന് ദൈവത്തിന് ഒരു കാരണവശാലും ഒരു മഹത്വം ഉണ്ടാകുന്നില്ല. ആ നാവ് കൊണ്ട്, ജഡത്തിന്റെ എല്ലാ മ്ലേച്ഛതകളിലൂടെ നടക്കുന്ന ആ ഒരു നാവ് കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവത്തിന് സ്വീകാര്യമല്ല. യെശയ്യാവിന്റെ ദർശനം നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ഒരു വലിയ ആരാധനയുടെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു ആരാധനയുടെ കാഴ്ച അല്ലെ? ഈ ആരാധനയുടെ കാഴ്ചയിൽ ശരിക്കും ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിലും പറയുന്നതാണ്, ഒരേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു, സഹോദരനെ ദുഷിക്കുകയും ചെയ്യുന്നു. യെശയ്യാവിന് എന്താ സംഭവിച്ചത്? യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ വളരെ ശക്തമായിട്ട് ഇസ്രായേൽ ജനങ്ങളെ വഴക്ക് പറയുകയും അവരെ ക്രമവഴിക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ട് 6-ാം അധ്യായത്തിൽ യെശയ്യാവ് പെട്ടെന്ന് ദൈവത്തിന്റെ ഒരു ആരാധനാ ചിത്രം കാണുകയാണ്. ആരാധിക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്, അധരങ്ങൾ ശുദ്ധമല്ല. അതാണ് യെശയ്യാവിന്റെ പ്രോബ്ലം. അധരങ്ങൾ ശുദ്ധമല്ല, ദൈവത്തെ ആരാധിക്കാനുള്ള യോഗ്യതയില്ല. ദൂതന്മാർക്ക് പോലും ദൈവത്തെ ആരാധിക്കാൻ അവിടെ പറ്റുന്നില്ല. അവരുടെ അധരങ്ങൾ ശുദ്ധിയുള്ളതാണ് അല്ലെ? അവരുടെ അധരങ്ങളിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൂതന്മാർ പോലും ദൈവത്തെ ആരാധിക്കുന്നില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? യെശയ്യാവിന്റെ 6-ൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നില്ല. ദൂതന്മാർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, അവരെ ഒരുവൻ വേറൊരുത്തനോട് പറയുവാണ്, ദൈവത്തോടല്ല. അവിടെ ക്രിസ്തുവിനോട് അല്ലെങ്കിൽ ദൈവത്തോടല്ല അവരവിടെ സംസാരിക്കുന്നത്. അവരവരോട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, ഒരുത്തൻ വേറൊരുത്തനോടാണ്. എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിങ്ങൾ അവനെ അങ്ങോട്ട് നോക്കല്ലേ, അവന്റെ മുൻപിൽ നിങ്ങളുടെ കാല് കാണിക്കരുതേ, അവന്റെ മുമ്പിൽ നീ പോയി നിൽക്കരുത്, അവൻ അത്ര പരിശുദ്ധനാണ്. ഇത് പറയുന്നത് ആരാണ്? ഒരു തെറ്റും ചെയ്യാത്ത ദൂതന്മാരാണ്. ഒരു തെറ്റും ചെയ്യാത്ത ദൂതന്മാർ പറയാണ്, അവന്റെ മുമ്പിൽ നിങ്ങൾ കാല് കാണിക്കരുത്, നിങ്ങൾ അവന്റെ മുമ്പിൽ നിൽക്കരുത്, നിങ്ങൾ അവനോടൊന്ന് സംസാരിക്കരുത്, നിങ്ങളുടെ മുഖം അവന്റെ മുമ്പിൽ വെക്കരുത്. അത്ര ഭയമായിരുന്നു. എന്നിട്ട് യെശയ്യാവ് വലിയ ഗമയ്ക്ക് ആരാധകനായിട്ടല്ല അങ്ങോട്ട് ചെല്ലുന്നത്. ദൈവം വിളിച്ച ആളെന്നുള്ളൊരു ഗമയ്ക്ക ചെല്ലുന്നത്. എല്ലാവരും ഉപദേശിക്കുന്നു, ഉപദേഷ്ടാവായിട്ടാ ചെല്ലുന്നത്. എല്ലാവരും ഉപദേഷ്ടാവാകരുത്. എല്ലാവരും ഉപദേഷ്ടാവാകരുത്. എന്തുകൊണ്ടാകരുത്? ഉപദേഷ്ടാവാകുന്നവൻ നാവ് സൂക്ഷിക്കണം. അപ്പൊ ഇവിടെ യെശയ്യാവ് ഭയങ്കരമായിട്ട് ആളുകളോട് പ്രസംഗിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നാവിനെ കുറിച്ച് ബോധമില്ലായിരുന്നു. അപ്പൊ ദൈവത്തെ ആരാധിക്കുന്ന ആ സീൻ കണ്ടപ്പം ഒരു കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് ദൈവത്തെ മീനിങ് ഫുൾ ആയിട്ട് സ്തുതിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരുത്തനാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. അപ്പൊ കർത്താവിൽ നിന്ന് അവൻ ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ട് അവിടെ അല്ലേ? ഈ കർത്താവിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച ശേഷം യെശയ്യാവിന്റെ പ്രൊഫസിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു?
എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഒരു വലിയ വ്യത്യാസം വന്നു. ആ നാവ് കൊണ്ട് എപ്പോൾ അവന്റെ മേൽ തൊട്ടു, ആ നാവിൽ തൊട്ടു, അവൻ ശുദ്ധനായി. പിന്നെ അവൻ പ്രവചിച്ച വേറൊരു വിഷയം എന്തായിരുന്നറിയോ? 7-ാം അധ്യായത്തിലാണ് യെശയ്യാവ് ആദ്യമായിട്ട് പറയുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേര്. 7-ാം അധ്യായത്തിലാണ്. 9-ാം അധ്യായത്തിലും യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ ശരിക്കും കർത്താവിന്റെ നാമം ഉച്ചരിക്കാൻ ആ വലിയ മർമ്മം യെശയ്യാവിന് കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, വെളിപ്പാടിലേക്ക് യെശയ്യാവിനെ നടത്തുന്നതിന് മുമ്പ്, ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് യെശയ്യാവിന്റെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം എടുക്കാൻ നമ്മളെ ദൈവം വിളിക്കുന്നതിന്റെ ഒരു അടയാളവും കൂടിയാണ്. ഒരു കാരണവശാലും നമ്മൾ അത് കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ദാറ്റ്സ് വെരി പ്രഷ്യസ് ടു ബി ഏബിൾ ടു റിവീൽ, ടു ബി ഗിഫ്റ്റഡ് ടു റിവീൽ ദ ലോർഡ്സ് നെയിം. അത് വലിയൊരു ദൈവകൃപയാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ നാവ് കർത്താവ് എടുത്തിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നത് മനുഷ്യർക്ക് ആരെയെ കൊണ്ടും ഇത് ചെയ്യുവാൻ കഴിയില്ല. നാവിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. യെശയ്യാവിന് പറ്റുമായിരുന്നു? ഇല്ലായിരുന്നു. ദൈവം അവനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ കയ്യാലുള്ള ഒരു ശുദ്ധീകരണം യെശയ്യാവിന് ആവശ്യമായിരുന്നു. അവൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ ശുദ്ധിയില്ലാത്തവരുടെ ഇടയിൽ പാർക്കുന്നു എന്ന് അവന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒരേ ഉറവയിൽ നിന്ന് രണ്ടും പുറപ്പെടില്ല. ഒരേ ഉറവയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാനും അതേ ഉറവ കൊണ്ട് തന്നെ സഹോദരനെ നിന്ദിക്കാനും പറ്റില്ല. അങ്ങനെ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഓക്കെ, അത് ദൈവം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഒരു ദൈവത്തിന്റെ ശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണമെന്ന് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ വലിയൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. മനുഷ്യർക്കാർക്കും പറ്റാത്തൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് നിറയുമ്പോൾ, ഉള്ളിൽ കർത്താവിന്റെ കൃപ വന്ന് നിറയുമ്പോൾ, അവന്റെ ജീവൻ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ തീർച്ചയായിട്ടും ഈ നാവിന്റെ നിയന്ത്രണം അതിന്റെ വലിയൊരു അടയാളമാണ്. യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാവ് എങ്ങനെയായിരിക്കും? നമ്മുടെ നാവ് അനേകരെ രക്ഷിക്കുന്ന നാവായിരിക്കും. അനേകരെ വിശ്വാസത്തിലേക്ക് നടത്തുന്ന, ആശ്വസിപ്പിക്കുന്ന നാവായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾ കൃപ പ്രാപിക്കാനിടയായിരിക്കും. സൗമ്യതയിലൂടെ, സ്നേഹത്തിലൂടെ, മക്കളോടായാലും. ഈ മക്കൾ തമ്മിൽ ദേഷ്യപ്പെടുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. കാരണം മക്കൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? ഇറ്റ്സ് ഓക്കെ ടു ബി ആംഗ്രി, ഇറ്റ്സ് ഓക്കെ ടു ബി മാഡ് അറ്റ് വൺ അനദർ. ഇതൊക്കെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്ത മക്കളെടുത്ത് കാണിക്കും. എന്ന് പറയാൻ കാരണം, നമ്മൾ എത്ര ദേഷ്യത്തിലിരിക്കുമ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. യാക്കോബിന്റെ ലേഖനം പറയുന്നത്, ദിസ് ഇസ് എ ലെസൺ ദാറ്റ് ഐ ലേൺ ഫ്രം മൈ ഓൺ ലൈഫ്. അത് ഞാൻ നിങ്ങളോട് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് വളരെ ഗൗരവത്തോടെ ഈ വിഷയം എടുക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൂടുതൽ സംസാരിക്കണം തോന്നുന്നത് ആർക്കാന്നറിയാം? ജ്ഞാനികൾക്കാണ്. ഈ ജ്ഞാനി എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ഒന്ന് സ്വയം ജ്ഞാനിയാണെന്ന് തോന്നുന്നു, മറ്റൊന്ന് ശരിക്കും ജ്ഞാനിയായവൻ. സമ്മതിച്ചോ? ഈ നമുക്ക് ജ്ഞാനിയാണെന്ന് തോന്നുന്നവൻ, ഈ ഉപദേശിമാരായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ടാകും. അങ്ങനെ നിങ്ങളെ പാസ്റ്റേഴ്സിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. നമ്മൾ സകലതിനെ കുറിച്ചും അറിവുണ്ടാകണം. എന്ത് ചോദിച്ചാലും അങ്ങനെയാണ് പലരും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഒരാൾ പാസ്റ്റർ ചോദിക്കുക, ഈ വീട് വയ്ക്കുന്ന ഇവിടെ മേടിക്കുന്നതാണോ അവിടെ മേടിക്കുന്നതാണോ നല്ലത്? പാസ്റ്റർ അഭിപ്രായം എന്താ? ഉടനെ പാസ്റ്ററാണ് അവിടുത്തെ സ്ഥലം ബ്രോക്കറിന്റെ റോളിലോട്ട് വരുന്നത്. അത് ഇതാ ബ്രദറെ നല്ലത്. എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത്? അവർ എവിടെയെങ്കിലും മേടിച്ച് താമസിക്കും. നിങ്ങൾക്ക് എന്തറിയാം? നമുക്ക് എന്തറിയാം? നമ്മൾ ആകെ ഈ ബൈബിൾ അല്ലാതെ ഒന്നും അറിയാതെ നടക്കുന്ന ഏറ്റവും എല്ലാത്തിലും അഭിപ്രായം പറയേണ്ട ഒരാവശ്യം നമുക്ക്. ഞാൻ ഒന്നിനും അഭിപ്രായം പറയാറില്ല. ഫസ്റ്റ് ആ കല്യാണാലോചന ദൈവാലോചനയാണോ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച് പറയണേ എന്ന് പലരും പറയാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും. എന്തെങ്കിലും വേദപുസ്തകപരമായി അത് നടപ്പാകുന്ന പരിപാടി അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ പറയാം.
അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ബേസിക്കലി നിങ്ങളാണ് കേൾക്കേണ്ടത്. അപ്പൊ ജ്ഞാനി എന്ന് പറയുമ്പോഴേക്കും എല്ലാത്തിലും ഒരു ജ്ഞാനം നമുക്ക് വേണമെന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല. ഓക്കെ, പശുക്കച്ചവടത്തിന് പോയാലും പാസ്വേഡ് ഒന്ന് ചോദിക്കാം എന്ന് പറയരുത്. ഓക്കെ, അങ്ങനെ ഒരു ചിന്തയെ നിങ്ങൾക്ക് ഉണ്ടായത്. കാരണം ഈ ദൈവത്തിന്റെ ദാസന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർബിട്രേറ്റേഴ്സ് അല്ല. യേശുക്രിസ്തുവിനോട് ഒരിക്കലും ഒരാൾ എന്ന് പറഞ്ഞു, എന്റെ സഹോദരനോട് പറഞ്ഞ് ന്യായമായിട്ട് സ്വത്തൊന്ന് വീതിപ്പിക്കാൻ ഒന്ന് സഹായിക്കണേ കർത്താവെ, ഒന്ന് പറയണമെന്ന് വെച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു, ആ ഞാൻ പറയാം, ഞാൻ വീട്ടോട്ട് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് മധ്യസ്ഥനാകാൻ പോയോ? നമ്മളാണ് എപ്പോ പോയിന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞു, എന്റെ പണി ഇതല്ല, എന്റെ പണി ഇതല്ല. നിങ്ങൾ തമ്മിലുള്ള അടിപ്രശ്നം തീർക്കാനല്ല കർത്താവ് എന്നെ പിതാവിനെ വിട്ടു. സിമ്പിൾ. ലോകം അതുപോലെ ഈ കർത്താവ് ഈ ലോകത്തിലുള്ള ഒരു വ്യവഹാരങ്ങളിൽ ഇടപെടില്ല. ഒരു വ്യവഹാരങ്ങളിൽ ഇടപെടില്ല. കർത്താവ് പറയുന്നത് മരിച്ചവരും മരിച്ചു, അത് നമ്മളെ ഇടപെടുത്തുമില്ല. അപ്പൻ മരിച്ചു, ഞാൻ പോയി ശവം അടക്കിട്ട് വരുന്ന കർത്താവ് പറയാം, അവര് മരിച്ചവർ ഒത്തിരി പേരോടുണ്ട്, അവര് ശവം അടയ്ക്കും. നീങ്ങ പോരാ. അതിനകത്ത് പോലും ഇടപെടുത്താത്ത കർത്താവാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ സകലമാന വിഷയങ്ങളിലും നമ്മൾ ആർബിട്രേറ്റേഴ്സ് ആയിട്ട് ചെല്ലുന്നത്. പ്രിയ സഹോദരങ്ങളെ, സകലരോടും പണ്ട് ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞു, ഓ ആ ബ്രദർ ഭയങ്കര സ്വത്താണ് പുള്ളിക്ക്. ഞാൻ പറഞ്ഞു, ഓക്കെ സന്തോഷം, പുള്ളിക്ക് കൊള്ളാം. ഉടനെ പറഞ്ഞു, പക്ഷെ പുള്ളി ഇയ്യോബിനെ പോലെയാണ്. ഞാൻ പറഞ്ഞു, എന്താ ഇയ്യോബിനെ പോലെ? പുള്ളിയുടെ ബന്ധുക്കളെല്ലാം പുള്ളിനെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള പരിശ്രമം. പല എതിർപ്പുകളെ, പല മരണകരമായ അവസ്ഥകളെയും പുള്ളി ജയിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പാസ്റ്ററെ, ആ സ്വത്തല്ലേ ബന്ധുക്കൾക്ക് വേണ്ടത്, അങ്ങ് കൊടുക്കാൻ പറ, ജീവൻ രക്ഷിക്കാവല്ലോ. എന്നിട്ട് ഇയ്യോബ എന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ ഞാൻ ചോദിച്ചു. അവർക്ക് വേണ്ട സ്വത്തല്ലേ. ഇങ്ങേരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്കണമി ഉള്ളൂ. എക്കണമിക്സ് ഒത്തിരി ഒന്നും പഠിക്കാനില്ല നമുക്ക്. ലോകത്ത് 2 തരം എക്കണമിയാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഇന്ത്യക്കാരാണ് മൂന്നാമത്തെ കണ്ടുപിടിച്ചത്. ഒന്നൊരു ക്യാപിറ്റലിസ്റ്റ് എക്കണമി, മറ്റൊന്ന് സോഷ്യലിസ്റ്റ് എക്കണമി ഉണ്ടായിരുന്നു, അല്ലേ? അറിയാം. ഇന്ത്യക്കാരാണ് മിക്സ്ഡ് എക്കണമി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയത്. അതിപ്പോ ഏതാണ്ട് ക്യാപിറ്റലിസ്റ്റ് എക്കണമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് എക്കണമി ഒരു 1990 ആയപ്പോഴേക്കും പൊളിഞ്ഞു പാളിസായി. അതിനു മുമ്പേ ചൈനയിൽ പൊളിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് എക്കണമി ഒക്കെ പണ്ടേ പൊളിഞ്ഞു. റഷ്യയിൽ എല്ലായിടത്തും പൊളിഞ്ഞു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 1992 ഒക്കെ കാലഘട്ടത്തിൽ, 91, 92 കാലഘട്ടത്തിൽ റഷ്യ ഒക്കെ പൊളിഞ്ഞ ശേഷം സോവിയറ്റ് യൂണിയൻ പൊളിഞ്ഞ് റഷ്യയായി. അവിടെ റൂബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അമേരിക്കയുടെ ഡോളർ, നിങ്ങളുടെ പൗണ്ട് പോലത്തെ റഷ്യയുടെ സാധനമായിരുന്നു റൂബിൾ. ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചാണ്, $1 കിട്ടണമെങ്കിൽ 20,000 റൂബിൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ $1 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യൻ റുപ്പി 75 രൂപ എന്ന് വെച്ചോ. പൗണ്ടിന്റെ വില എനിക്ക് അത്ര അറിയത്തില്ല. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, 90 എടുത്താന്ന് വിചാരിച്ചു, 100 വിചാരിച്ചു. 100 ചിന്തിക്കാൻ എളുപ്പം. അപ്പം 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ, അതായത് 1 പൗണ്ടിന് കിട്ടുന്ന സാധനങ്ങൾ റഷ്യക്കാരൻ 20,000 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് അർത്ഥം. അപ്പൊ അവരുടെ കയ്യിൽ 50,000 രൂപ സൂക്ഷിച്ചു വെച്ചവന്റെ അവസ്ഥ, അതിന്റെ യഥാർത്ഥ വാല്യൂ ഇപ്പം $2.5 ആയിട്ട്. ആലോചിച്ച്, അങ്ങനെ ഇന്ത്യയുടെ കറൻസി 75 ആയി, 80 ആയി, 100 ആയി, 200 ആയി, അങ്ങനെ പോകുന്ന ഒരു ദിവസം ഞാൻ പേടിച്ചു, താഴോട്ട് പോരുന്നതിന്. പേടിച്ചു എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠപ്പെട്ടല്ലോ. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. കയ്യിലുള്ള പൈസ എല്ലാം പേപ്പറുകളായി പോകുന്ന അവസ്ഥ ആലോചിച്ചെങ്കിൽ. ഇങ്ങനെയാണ് എക്കണമി തകരുന്നത്. കമ്മ്യൂണിസം ഒരിക്കൽ തകർന്ന പോലെ ക്യാപിറ്റലിസം ഒരിക്കൽ തകരും. എല്ലാവരും നിലവിളിക്കും, മഹതിയാം ബാബിലോൺ ഇതാ, അവളുടെ വ്യാപാരം എല്ലാം ഇതാ, രാജാക്കന്മാരെല്ലാം അവളുമായിട്ട്. ഈ മഹതിയാം ബാബിലോൺ എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ യാക്കോബിന്റെ 4-ാം അധ്യായം വരുമ്പോഴേക്കുമാണ് അത് കൂടുതൽ ചിന്തിക്കേണ്ടത്. അത് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഈ വളർന്നു വന്ന ആന്റി ക്രിസ്ത്യൻ സംസ്കാരം എന്നുള്ളത്. അതായത് ഒരു സാംസ്കാരികമായ ഒരു കാര്യമാണ് ബാബിലോൺ. ഒരു എന്താ പറയുക, പണം നിയന്ത്രിക്കുന്ന, മാമോനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ഈ ലോകത്തിന്റെ മഹത്വം നിയന്ത്രിക്കുന്ന
ആ ഒരു വ്യവസ്ഥയാണത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് അതിന്റെ മർമ്മം വ്യാപരിക്കുന്നതെങ്കിലും ആ വ്യവസ്ഥയായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ മഹദിയ ബാബിലോൺ എന്ന് പറയുന്ന ആ ബാബിലോണിന്റെ, നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന 2 നഗരങ്ങളുടെ കഥയാണ് ഈ ബൈബിൾ. ചാൾസ് ഡിക്കൻസിന്റെ 2 നഗരങ്ങളുടെ കഥയല്ലേ ടെയിൽ ഓഫ് 2 സിറ്റീസ്. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കും, പഴയ ക്ലാസിക്കാണ് ചാൾസ് ഡിക്കൻസ് പറഞ്ഞാൽ. അതുപോലെ ബൈബിൾ ഈസ് ഓൾസോ എ ടെയിൽ ഓഫ് 2 സിറ്റീസ്, ബാബിലോൺ ആൻഡ് ജെറുസലേം. ജെറുസലേമിലേക്ക് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ, നമുക്കത് സ്വർഗീയ ജെറുസലേമിലേക്ക് പോകുന്ന ഒരു കൂട്ടം നമുക്ക് ഏതെന്തോട്ടം തൊട്ട് ഇങ്ങോട്ട് കാണാം. അതുപോലെ ബാബിലോണിലേക്കുള്ള ആ മഹത്വവും നോക്കി പോകുന്ന, ആ ബാബിലോൺ സ്വന്തം നാടെന്ന് വിചാരിക്കുന്ന ആ ഒരു മേന്മയും മഹത്വവും പണവും പ്രശസ്തിയും നോക്കി പോകുന്ന ഒരു കൂട്ടം. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി യെരുശലേമിലെ സ്വർഗീയ യെരുശലേമിനെ ലക്ഷ്യമാക്കി പോകുന്നവരും നശിച്ചു പോകുന്ന ബാബേലിന്റെ മഹത്വത്തെ, ബാബിലോണിന്റെ മഹത്വത്തെ അന്വേഷിച്ച് പോകുന്നവരുമായ 2 വിഭാഗങ്ങൾ ലോകത്തിൽ എന്നും ഉണ്ട്. ബൈബിളിലും ആ 2 വിഭാഗങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ലോകത്തോടുള്ള സ്നേഹം, മനോഭാവം, അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും മുന്നറിയിപ്പോടുകൂടി കാണേണ്ടത്. ജ്ഞാനി എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ ജ്ഞാനിയും വിവേകിയുമായവനാണ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ കൂടുതൽ ശേഷിയുള്ളവരായിരുന്നു. ഓക്കെ, പക്ഷെ ആ ജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നും തോന്നും. ഇപ്പൊ നിങ്ങൾ 2 പേരും കൂടി വർത്തമാനം പറയുമ്പോൾ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അറിയാം എന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ സ്വർഗീയ ജ്ഞാനം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. സ്വർഗീയ ജ്ഞാനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവൻ ജ്ഞാന ലക്ഷണമായ, അപ്പൊ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനത്തിനൊരു ലക്ഷണമുണ്ട്. എന്താണ്? സൗമ്യതയും നല്ല നടപ്പുമാണ് സ്വർഗത്തിലെ ജ്ഞാനത്തിന്റെ ലക്ഷണം. എന്താണ് സ്വർഗത്തിലെ ജ്ഞാനത്തിന്റെ ലക്ഷണം? സൗമ്യതയും നല്ല നടപ്പും. ഭൂമിയിലെ ജ്ഞാനത്തിന്റെ ലക്ഷണം എന്താ? അഹങ്കാരവും മറ്റുള്ളവരെല്ലാം എന്നെക്കാളും മണ്ടന്മാരാണെന്നുള്ള ആ ഒരു ചിന്ത. അതാണ് ഭൂമിയിലെ ജ്ഞാനം. ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. ഡിബേറ്റുകള്, കാലിക പ്രസക്തമായ കാര്യങ്ങൾ, കോളേജുകളിലൊക്കെ ഡിബേറ്റ് പരിപാടികളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്. അത് ടീച്ചർ എഴുതി തന്നു 4 വാക്യം, സ്റ്റേജിൽ കയറി നല്ല സ്റ്റൈലായിട്ടൊക്കെ കാണാതെ പഠിച്ച് പറഞ്ഞിട്ട് പോകുന്നു. അതായത് ആദ്യത്തെ പ്രസംഗം. അങ്ങനെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ പ്രസംഗിച്ച് നടക്കുമ്പോൾ ആൾക്കാർ, ഒരു സാറ് അന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ പ്രസംഗകർക്കൊരു ചിന്തയുണ്ട്, സ്റ്റേജിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ താഴെ ഇരിക്കുന്ന ഞങ്ങൾക്കൊന്നും ഒരു വിവരവും ഇല്ലെന്നൊരു ചിന്തയുണ്ട് നിങ്ങൾക്ക് സാറിനോട്. അപ്പൊ ഞാൻ സാറിന് പറഞ്ഞു, സാറേ അങ്ങനെ തന്നെയാണ്. അതിന്റെ കാരണം എനിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആശ്വാസമായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നത്. കാരണം സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കറിയാൻ മേത്തൊരു വിഷയത്തെക്കുറിച്ച് പറയേണ്ടി വന്നാൽ മുമ്പ് നിൽക്കുന്നവർ മണ്ടന്മാരാന്ന് വിചാരിച്ചാലേ പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണല്ലോ, നിങ്ങൾക്ക് അറിയില്ലെന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഇങ്ങനെ പല YMCA ഡിബേറ്റ് അവിടെ ഇവിടെ എല്ലാം പോയി ഡിബേറ്റ് ഡിസ്കഷൻ ഇതൊക്കെ ആയിട്ട് നടന്ന് അവസാനം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ചർച്ച ചേർന്നു. ഒരു ദിവസം എന്നോട് പാസ്റ്റർ പറയാണ്, ഇന്ന് കോട്ടേജ് മീറ്റിങ്ങിന് ബ്രദർ ഒരു 20 മിനിറ്റ് സംസാരിക്കും. ഞാൻ പറഞ്ഞു ഓക്കെ, സിമ്പിൾ. കാരണം എന്താ, നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ 20 മിനിറ്റ് പ്രസംഗം അത്രയും മതിയോ എന്നായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ കുറെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഒരു പ്രസംഗമൊക്കെ ഉണ്ടാക്കി, 20 മിനിറ്റ് പ്രസംഗിക്കാനുള്ള പ്രസംഗമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മുമ്പ് പാട്ട് 1-2 കഴിഞ്ഞു. പതുക്കെ എന്റെ ബോഡി ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങി, ടെൻഷൻ കാരണം.
എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബോഡി ടെമ്പറേച്ചർ കൂട്ടി എനിക്ക് പനിയാണോ എന്നൊരു സംശയം. പക്ഷെ എന്തായാലും കൈയടിച്ചങ്ങ് ആരാധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പനി അങ്ങ് പോയി വേർത്ത്. അപ്പോ ഫാസ്റ്റ് എന്ന് പറഞ്ഞു, ഇനി പറഞ്ഞു, ഇനി ചേസ് ബ്രദർ ഒരു 20 മിനിറ്റ് നമ്മളോട് സംസാരിക്കും. ഞാൻ എഴുന്നേറ്റ് നിന്നു, എന്റെ കൈ കിടക്കിടാന്ന് ഇരിക്കുന്നു. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം അപ്പോഴെല്ലാം എന്റെ മുമ്പിൽ നിൽക്കുന്നവർക്കൊന്നും അറിയത്തില്ലെന്നും എനിക്കെല്ലാം അറിയാം, നീ കേട്ടോ എന്നുള്ള സ്റ്റൈലാണ്. പക്ഷെ അങ്ങനെ വളരെ സംസാരിക്കാൻ ദൈവം വെച്ചില്ല. ഞാൻ അവിടെ കിടന്ന് വിറച്ചു വേർത്ത്. എനിക്ക് എന്താ 20 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി നോട്ട് കുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 5 മിനിറ്റ് കൊണ്ട് തീർന്നു. കാരണം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണ് തുറന്നില്ല. കണ്ണ് തുറന്നില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് താഴെ കണ്ണ് തുറക്കാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് വേറൊരു തരം ജ്ഞാനമാണ്. ഇത് ഏറ്റവും ബലഹീനനായിരിക്കും സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു പൊസിഷൻ ഓഫ് പവറിൽ നിന്നുകൊണ്ട് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റത്തില്ല. അന്ന് എനിക്ക് മനസ്സിലായത്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ സ്റ്റേജിൽ നിന്ന് കേൾക്കുമ്പോഴേ പിന്നെ പേടിയായിരുന്നു. ആ പേടി ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ, ഇപ്പോഴും പോയിട്ടില്ല. പണ്ട് ഭയങ്കര കോൺഫിഡൻസ്, എനിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ല, എന്നോട്ടില്ല. ഈ 2000 തൊട്ടില്ല, 98 തൊട്ടില്ല കോൺഫിഡൻസ് ഇല്ല. ഇപ്പൊ 5 മണിക്ക് പ്രസംഗം എന്ന് പറയുമ്പോൾ ഞാൻ 4:30 മുതൽ ഇങ്ങനെ ഇരിക്കും. മുമ്പ് വരില്ല. ഇനി 30 മിനിറ്റ് ഉണ്ടല്ലോ, 10 മിനിറ്റും കൂടെ ഉണ്ടല്ലോ, ഒരു പാട്ടോടെ പാടിക്കോട്ടെ. കാരണം ആ നെർവസ്നെസ് ഇപ്പോഴും ഉണ്ട്. ബട്ട് വൺസ് ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇന്നാഡിക്വസി, കർത്താവെ എനിക്ക് എന്നെ പറയാൻ നീ ഏൽപ്പിക്കുവോ, ഞാൻ എന്ത് പറഞ്ഞെത്തിപ്പിക്കും, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ട്. ഞാൻ പറയാൻ കാരണം, ദൈവം നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് പ്യുവർ ഗ്രേസ് ആണ്. പ്യുവർ ഗ്രേസ് ആണ് അത്. അതിനകത്ത് കർത്താവിനാണ് പൂർണ്ണ അധികാരമുള്ളത്. അതുകൊണ്ട് അടുത്ത വാക്ക് പറയാൻ ഞാൻ ഉണ്ടാകണമെന്ന് വരെ തീരുമാനിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ദൈവിക ജ്ഞാനത്തിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് സൗമ്യതയാണ്. ഒരിക്കലും സ്റ്റേജിൽ നിന്ന് ഷൗട്ട് ചെയ്യാനോ മുമ്പിരിക്കുന്നയാളെ നിസ്സാരമായി കാണാനോ ഐ ആം ഹോളിയർ ദാൻ യു എന്ന രീതിയിൽ പഠിപ്പിക്കാനോ പറ്റത്തില്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാൻ, ക്ലാരിറ്റിക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വിശുദ്ധിയുടെ പ്രസംഗം ഒത്തിരി ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു വിശുദ്ധിയുടെ പ്രസംഗം, ഞാൻ വിശുദ്ധിയെ കുറിച്ച് ഒത്തിരി പറയാറുണ്ട്, പക്ഷെ അത് വേറെ രീതിയിലാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ വിചാരിച്ചു, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുകയില്ല എന്നുള്ള ഓർക്കണം എന്ന് ഞാൻ നിങ്ങളുടെ അധികാരത്തോടെ പറഞ്ഞു വിചാരിച്ചു. നിങ്ങളുടനെ എന്നോടൊരു മറുചോദ്യം ചോദിക്കാം, പാസ്റ്റർ സ്വർഗത്തിൽ പോകുക? എന്റെ മറുപടി എന്തായിരിക്കും? പോകുമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ എനിക്ക് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ പറ്റും? പോകും. ഞാൻ പോകും. നിങ്ങൾ പോകണമെങ്കിൽ. അപ്പം ഇത് സൗമ്യതയാണോ? ഇത് സൗമ്യത അല്ല, ഇത് ഭയങ്കര അഹങ്കാരമാണ്. നിങ്ങൾ പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നറിയോ? എങ്ങനെ ചെയ്യണം? ഇവിടെയാണ് എതിർ ക്രിസ്തു ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരുത്തൻ സ്വർഗത്തിൽ കാണത്തില്ല. നിങ്ങളോടനെ ചോദിക്കുക, ചേസ് പാസ്റ്റർ സ്വർഗത്തിൽ കാണും? ഞാൻ കാണും. അപ്പൊ ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ ചേസ് പാസ്റ്ററെ പോലെ ആയ പോരെ? മതിയോ? അപ്പൊ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് വരെ ഞാൻ ആരെയാ കാണിച്ചു കൊടുത്തത്? സ്വർഗത്തിൽ പോകാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആരാ? ഞാൻ. ഇത്ര അപകടം അതിനകത്തുണ്ടെന്ന് ചിന്തിച്ചില്ലായിരുന്നല്ലേ? അതായത് അത് ജ്ഞാനമല്ല, സ്വർഗീയ ജ്ഞാനമല്ല. സ്വർഗീയ ജ്ഞാനം നമ്മളെ തകർത്ത് കളയുകയാണ്. ഈ സൗമ്യത എന്നുള്ള വാക്ക് തന്നെ നമ്മളെ ഭയപ്പെടുന്ന ഒരു വാക്ക്, നമ്മൾ തകർത്ത് കളഞ്ഞൊരു. എന്താണ് സൗമ്യത എന്ന് പറഞ്ഞാൽ? അതിന് ഗ്രീക്കിലുള്ള വാക്ക് ഞാൻ മറന്നുപോയി. അതിന്റെ അർത്ഥം ഞാൻ പണ്ട് വായിച്ച് ഓർക്കുന്നുണ്ട്. ഒരു പട്ടിയുടെ സ്വഭാവം എന്നാ പറയുന്നത് സൗമ്യതയ്ക്ക്. അതായത് ഇണങ്ങിയ പട്ടി.
എന്തെങ്കിലും ദൈവത്തിന് വിരോധമായ ദൂഷണം കാണുമ്പോൾ മാത്രം കുരയ്ക്കുക. അല്ലാത്തപ്പോഴെല്ലാം യജമാനെ കണ്ടാൽ കുരയ്ക്കാത്ത, അത് കംപ്ലീറ്റ് നിയന്ത്രണത്തിൽ, അതുപോലെ ആത്മനിയന്ത്രണത്തിൽ. ഒരു ഒരു പട്ടി എങ്ങനെയാണോ, ട്രെയിൻഡ് ഡോഗ് എങ്ങനെയാണോ യജമാന്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്നത്, അതുപോലെ ആത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ഒരാളെയാണ് സൗമ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, വിശുദ്ധിയുടെ പ്രസംഗം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അത് അഹങ്കാരമാണ്, അല്ലേ? ആണോ? അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അഹങ്കാരം. പിന്നെ എങ്ങനെ വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിക്കേണ്ടത്? വിശുദ്ധി, ക്രിസ്തുവാണ് വിശുദ്ധി എന്ന രീതിയിൽ തന്നെ വരണം. അവൻ നമ്മുടെ വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമാണ്. ഹി ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ. ക്രിസ്തുവാണ് വിശുദ്ധീകരണം. അവൻ നമ്മളിൽ വസിക്കുന്നതാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് എന്ന് വരുമ്പോൾ എനിക്ക് പുകഴാനൊന്നുമില്ല. ക്രൈസ്റ്റ് ഡ്വെല്ലിംഗ് ഇൻ മീ. ഇൻഡ്വെല്ലിംഗ് ക്രൈസ്റ്റ് ഗിവ്സ് മീ ഹിസ് സാങ്ക്ടിഫിക്കേഷൻ. അവന്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതെന്ന് എബ്രായലേഖനം 18:10. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത്, നോട്ട് മൈ ഹോളിനെസ്, ഹോളിനെസ് ഓഫ് ദ ലോർഡ്. അപ്പൊ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെ ബലഹീനരാക്കും. പക്ഷെ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി അനുഭവിക്കാനും നമുക്ക് ഒരിക്കലും പൊസിഷൻ ഓഫ് പവറിൽ നിന്ന് സുവിശേഷം പറയാൻ പറ്റും. ഇന്ന് ആരാധന രീതികളിലെല്ലാം ഈ പൊസിഷൻ ഓഫ് പവറാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ, ഇനി എല്ലാവരും വലത് കൈ ഒന്ന് വീശിക്ക്, എല്ലാവരും ചാടിക്കൊണ്ട് പറ, അല്ലെ കൈ കൊട്ടിക്കൊണ്ട് പറ. ഇതൊക്കെ ആരാ തീരുമാനം? ഇതെല്ലാം നമ്മളെ അനുസരിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മൾ അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇതെല്ലാം കണ്ണുടച്ച് ചെയ്താൽ ദേ വിൽ ഹിപ്നോട്ടൈസ് യു വിത്തൗട്ട് യു നോയിങ് ഇറ്റ്. അതൊരു സ്റ്റേജ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ സ്റ്റേജ് ഹിപ്നോട്ടിസത്തിലാണ് പലരും തെറിച്ചുപോയി വീഴുകയും പല പല അഭ്യാസങ്ങൾ. ദേ ഡോണ്ട് നോ ദേ ആർ ഹിപ്നോട്ടൈസ്ഡ്. അതിന് നമുക്ക് സുബോധം പൂർണ്ണമായിട്ട് പോകുമൊന്നും വേണ്ട. അതിന്റെ ചെറിയൊരു കാര്യം ഞാൻ പറയാം. അത് ഹിപ്നോട്ടിസം ഒന്നുമല്ല, സ്റ്റേജിൽ നിന്ന് കൊടുക്കുന്ന സജഷൻസിന് ഭയങ്കര ശക്തിയാണ്. ആദ്യം ഒരു നമ്മുടെ അപ്രീസിയേഷൻ തട്ടിയെടുക്കും. നമ്മളുടെ കയ്യിൽ നിന്ന് ബഹുമാനം ഇങ്ങ് വാങ്ങിക്കും. അപ്പൊ നമുക്ക് അവരുടെ ഭയങ്കര സ്നേഹവും ബഹുമാനവും ആദ്യം ഈ പറയുന്ന, അങ്ങനെ പുകഴ്ത്തി, ഇവരെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കും. ഇപ്പൊ പ്രസംഗം വരുമ്പോഴേക്കും ആ പുള്ളി പുകഴ്ത്തി ഒരു 5 മിനിറ്റ് കാണും, ഒരു ഹൈപ്പ് ഉണ്ടാക്കും. അപ്പൊ ആൾക്കാർക്കെല്ലാം അയാളെ കുറിച്ച് ഭയങ്കര ബഹുമാനം. പിന്നെ പുള്ളി അവിടെ ചെയ്ത കാര്യം ഇവിടെ ചെയ്ത കാര്യം എല്ലാം പുള്ളിയെ തന്നെ ഉയർത്തി കഴിയുമ്പോഴേക്കും ഇതെന്തോ സംഭവിക്കാൻ പോകുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സായിപ്പ് ഇന്ത്യയിൽ വന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഐ സപ്പോസ് ഇറ്റ്സ് ഇൻ 1999 sometime. ഒരു പാസ്റ്റർ ഇയാളെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ നടന്നു പോകുമ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് ഷോക്ക് അടിക്കുന്ന ഒരു അഭിഷേകമുള്ള ആളാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഇന്നസെൻസിൽ അത് വിശ്വസിച്ചു. ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഈ പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പുള്ളി അടുത്ത് നടന്നു. എനിക്കൊന്നും സംഭവിച്ചൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ആദ്യം ഒരു ഹൈപ്പ് ഉണ്ടാകും. ഇദ്ദേഹം എന്തെങ്കിലും പറയും, ചെറിയ കാര്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വാല്യൂ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശരി, ഓക്കെ, ഇതൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള എന്ന രീതി ഇരിക്കുള്ളൂ. പക്ഷെ അതേ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരോ വന്ന് യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു പറയുമ്പോഴേക്കും എന്തൊരു സന്തോഷം എന്നറിയോ. ഒരു കാലത്ത് നമ്മൾ പറയുന്ന അതേ കാര്യം അവരും പറഞ്ഞോളൂ, അല്ലേ? ഒരു കാലത്ത് ഇന്ത്യയിൽ ഒത്തിരി സായിപ്പ്മാരൊന്ന് പ്രസംഗിക്കായിരുന്നു. അവരൊന്ന് പ്രസംഗിക്കുമ്പോൾ സിമ്പിൾ കാര്യമുള്ളൂ, വിധക്കാരന്റെ ഉപമ അതൊക്കെ ഉള്ളൂ. പക്ഷെ അവര് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാധനയിലും എല്ലാം സൂപ്പർ ഹീറോസ് വന്നിട്ട് അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മുഴുവൻ മാറും. വർഷിപ്പ് ലീഡിങ്. അവരാണ് നമ്മൾ ചാടണോ, ഇരിക്കണോ, എഴുന്നേക്കണോ, സ്തോത്രം പറയണോ, ഹല്ലേലൂയ പറയണോ, ഇതെല്ലാം തീരുമാനിക്കുന്ന അവരാ. എനിക്കിപ്പോ ഹല്ലേലൂയ പറയാനാ തോന്നുന്നത്, പക്ഷെ പുള്ളി സ്തോത്രം 3 പ്രാവശ്യം പറയാൻ പറഞ്ഞേക്കുവാന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടൊന്ന് തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അല്ലെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
പണ്ട് ഒരാൾ ഇങ്ങനെ എഴുതിയാൽ വായിച്ചു, യെസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആൾക്കാരെ കൈയടിപ്പിക്കുന്ന ആൾക്കാർ നിമിഷ നേരം കൊണ്ട് എല്ലാവരും കൺട്രോൾ വിട്ടു പോകും. ആകെ പുള്ളി യെസ് യെസ് എന്ന് മാത്രമേ പറഞ്ഞു. ഭയങ്കര മാനിപ്പുലേഷൻ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്റ്റേജ്. പ്രിയ സഹോദരങ്ങളെ, വർഷിപ്പ് സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി. ഇടയ്ക്ക് സ്റ്റേജിൽ കയറി പോയതാ, പിടിച്ച് താഴെ ഇറങ്ങി. ആരാധന വിശ്വാസിയുടെ അവകാശമാണ്, സ്പെഷ്യലിസ്റ്റുകൾ ചെയ്യേണ്ടതല്ല. ആ ആരാധന സ്റ്റേജിൽ നിന്ന് നിലത്തിറങ്ങി ചമ്മറം പണിഞ്ഞിരിക്കാൻ പറ്റിയ ചമ്മറം പണിഞ്ഞിരി അങ്ങോട്ടെത്തിക്കും. അല്ലെങ്കിൽ കസേരയില് എവിടെ ആയാലും ശരി, ഈ ആരാധിക്കാൻ കൂടുന്നവരിലേക്ക് അത് ഇറങ്ങി വരണം. ആരാധനയുടെ ശബ്ദം മുഴുവൻ സ്റ്റേജിൽ നിന്നാകരുത്, ശബ്ദം മുഴുവൻ കോൺഗ്രിഗേഷനിൽ നിന്ന് ഉയരണം. അനേകായിരങ്ങളുടെ സ്തുതിയാ ഉയരേണ്ടത്. ജനക്കൂട്ടങ്ങൾ അവസാനം കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരും കൂടെ ആർപ്പിട്ട്, അല്ല രണ്ടുപേരും നമുക്ക് ആർപ്പിടാം, ഉറക്കെ ആർപ്പിട്ടാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ആർപ്പിടിപ്പിക്കുന്നതല്ല. ആരാധന ഒരു സ്വമേധാദാനമാണ്, സ്വമേധായാഗമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് നിറഞ്ഞു കവിഞ്ഞാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അവിടെ ഒരു അനുഭൂതി ഒന്നും ഉണ്ടായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വൈബ്രേഷൻ ഉണ്ടായില്ല, ഷോക്ക് ഉണ്ടായില്ല, ശ്വാസം മുട്ടിയില്ല, വിയർത്തില്ല, ഇതൊന്നും നിങ്ങൾ വിഷമിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിനെ നിങ്ങൾക്ക് മഹിമപ്പെടുത്താൻ പറ്റിയോ? അവന് ശരിക്കും മഹത്വം കരയറ്റാൻ പറ്റിയോ? നിങ്ങൾ അവനോട് ഹൃദയം തുറന്ന് അവന്റെ രാജത്വത്തെ കണ്ടുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ് അവന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റിയോ? യു ആർ ബ്ലെസ്ഡ്. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്ന് ലോകത്തിന്റെ ജ്ഞാനപ്രകാരമുള്ള ജ്ഞാനം മനുഷ്യന്റെ വലിപ്പത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗീയ ജ്ഞാനം നമ്മളെ തകർക്കുകയും സൗമ്യരാക്കുകയും നിലത്തിരുത്തുമാറാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആരാധനയിലേക്കാണ്, ഭക്തിയിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടത് എന്ന് യാക്കോബിന്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കും. ശരിയായ ജ്ഞാനം ഒരിക്കലും മറ്റൊരു സഹോദരനെ ദുഷിക്കുന്നില്ല, അവനെ വെല്ലുവിളിക്കുന്നില്ല, അവനെ പരിഹസിക്കുന്നില്ല. പുൾപിറ്റ് can never be used to abuse. പുൽപ്പിന്റെ പുറകിൽ നിന്നാൽ, അല്ലെങ്കിൽ വചനവുമായിട്ട് നിന്നാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് കർത്താവ് എനിക്ക് തന്ന ദാനമാണ്, അത് അവന്റെ ജനത്തെ പണിയാൻ വേണ്ടിയാണ്. ഓക്കെ. നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ ഈ ഉപദേഷ്ടാക്കന്മാരായി വരുന്നവര് നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പൊ പ്രവൃത്തികളെ കാണിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികളുണ്ട്. ആ നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന പ്രവൃത്തികളിലൂടെ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ വിശുദ്ധ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്ര. ഹൃദയത്തിൽ നിങ്ങൾക്ക് കയ്പുണ്ടെങ്കിൽ ആ കയ്പിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ, ഞാൻ ബ്രദറിനോട് ദേഷ്യമുള്ളതുകൊണ്ട് പറയുവല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കയ്പുണ്ടെങ്കിൽ, ഈ കയ്പ് എന്ന് പറയുന്നത് എന്താ? മട്ട്, നമ്മുടെ ഉള്ളിൽ ആ കയ്പുള്ള മട്ടുണ്ടെങ്കിൽ, ഈ കയ്പ് ഉണ്ടാകാൻ വളരെ എളുപ്പമാട്ടോ. ഇപ്പം സഭയില് എന്നോട് ഒരു ബ്രദർ പറഞ്ഞാണ്, നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവർ ചിലപ്പം ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ട് അവരതങ്ങ് സമ്മതിക്കുമായിരിക്കും, നിവൃത്തികേട് കൊണ്ട് സമ്മതിക്കുമായിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അവരുടെ ഉള്ളില് ഒരു കയ്പ്, ആ കോൺഗ്രിഗേഷനെതിരെ ഒരു കയ്പ് ഉണ്ടായി വരും. അത് ഒരാളിലുണ്ടാവും, രണ്ടാളിലുണ്ടാവും, മൂന്നാളിലുണ്ടാവും. ഇത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. ഒരു സഹോദരനോട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത പക, അങ്ങനെയുണ്ടോ? ചില ആൾക്കാരെ കാണുന്നത് നമുക്ക് ഇഷ്ടമില്ല. ഞാൻ അങ്ങനത്തെ പക അനുഭവിച്ചിട്ടുണ്ട്. എന്നോടൊരാൾ ചോദിച്ചാ, എന്നോടല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരാൾ ചോദിച്ചാ, ഈ ചേസിന്റെ ഒക്കെ കൂടെ നിങ്ങൾ എങ്ങനെ നടക്കും? വിശ്വാസിയാണ്, പാസ്റ്റർ. സോ അത് കേട്ടപ്പം അങ്ങനെ പുള്ളി ചോദിച്ചോ, ഇറ്റ് വാസ് വെരി ഗുഡ് വിത്ത് മീ.
അപ്പോ അതൊരു തെറ്റ് കാണിക്കുന്നതല്ലല്ലോ, അതൊരു ഭയങ്കരമായ എന്താ പറയുന്ന ആത്മീക വിരോധം അത്. ഹൗ ക്യാൻ യു വാക്ക് വിത്ത് ദാറ്റ് മാൻ ചോദിക്കുമ്പോൾ. ബട്ട് നൗ ഹീസ് എ സന്യാസി, ഹി ജോയിൻഡ് ഹിന്ദുയിസം ആസ് എ പാസ്റ്റർ. പിന്നെ എനിക്ക് മനസ്സിലായി കുഡ് ബി എ പ്രോബ്ലം ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ ഒരിക്കലും വേറൊരാളെ ദുഷിക്കരുത് എന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം, ഒരാഗ്രഹം ഉണ്ടാണ്. തീരുമാനം എടുത്തിട്ടുള്ള കാര്യമൊന്നുമില്ല, ഒരാഗ്രഹം ഉണ്ടാണ്. കർത്താവ് എൻ്റെ നാവ് കൊണ്ട് ഒരു സഹോദരനെയും കുറഞ്ഞു കാണാൻ, എത്ര കുറഞ്ഞവനാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിയാലും എൻ്റെ നാവിൽ അത് വരരുത്. എൻ്റെ നാവിൽ അത് വരരുത്. നാവിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡബിളി ഒഫൻസീവ്. ഹൃദയത്തിൽ ചിലപ്പോൾ നമുക്ക് പലതും തോന്നുമായിരിക്കും, പക്ഷെ അത് നാവിലേക്ക് എടുത്തു കഴിയുമ്പോഴേക്കും യു ആർ ലെജിറ്റിമൈസിങ് ഈവിൽ. യു ആർ ഗിവിംഗ് എ ലീഗാലിറ്റി ടു ഈവിൽ. യു ആർ അക്നോളജിങ് ഈവിൽ ഈസ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഈർഷ്യ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ ഇതെല്ലാം നാവിലൂടെ വരും, വെളിയിൽ വരും. ഈർഷ്യ ഉള്ളിലുണ്ടോ എന്നുള്ളതിന്റെ പരിശോധന നമുക്ക് നടത്തി നോക്കാം. ഓക്കെ, ഒരു ചെറിയ പരിശോധന. നിങ്ങൾക്ക് ഒരു ഇത്തിരി ഈർഷ്യ ഉണ്ടോ എന്ന് സംശയമുള്ള ഒരാളെ ഒന്ന് ഓർത്തേ. ഈർഷ്യ തന്നെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഓർത്തോ എല്ലാരും? ഓക്കെ, ആ മനുഷ്യന് കോവിഡ് പിടിച്ചെന്നൊരു വാർത്ത കേട്ടെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ആ ചത്തുപോയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഇത്തിരി അടി പുള്ളിക്ക് ആവശ്യമായിരുന്നു തോന്നുന്നു. ഒരു ചെറിയ അടി. അവന് ചിലപ്പോൾ നിങ്ങൾ പറയല്ലേ, എത്ര പേർക്ക് കോവിഡ് വരുന്നു, എത്രയോ പേർക്ക് അസുഖങ്ങൾ വരും, ഇവന് മാത്രം ഒരു എല്ലാ ഉള്ളിലെ പക, വൈരാഗ്യം, മത്സരം. ഈ എനിക്ക് എതിരെ ഒരു ചെറിയൊരു ഗോസിപ്പ് ഒരാള് അടിച്ചത്. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ആ മനുഷ്യനെ ഒന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പബ്ലിഷ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ശരിയാണോ എന്നൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അപ്പൊ പുള്ളി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ബ്രദർ എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ പിന്നെ നോക്കിയപ്പോൾ സത്യമല്ലെന്ന് മനസ്സിലായി. ഞാൻ ഓ പോട്ടെ, ഞാൻ ബ്രദറിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞു ഇതൊരു കോമ്പറ്റീഷന്റെ ഭാഗമാണ്. ഒരു പാസ്റ്റർക്ക് വേറൊരു പാസ്റ്ററെ കണ്ടുകൂടാ. അത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയാൻ വയ്യ. ഒരു അസൂയയുടെ ആത്മാവ്, ഇങ്ങനെ ആത്മാവുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയുടെ ആത്മാവ് ഇതിനകത്തെല്ലാം വ്യാപരിക്കും. ഉണ്ടോ സഹോദരൻ? എന്തിനാണ് നമ്മൾ പരസ്പരം ഒരു കാരണവുമില്ലാത്ത കാര്യത്തിന്? ഇതൊരു വലിയ കോമ്പറ്റീഷൻ ഫീൽഡായിട്ട് മാറുന്നു. പാർട്ടി ടീം, EVS ടീം, എല്ലാം മത്സരം. പ്രസംഗിക്കുന്നവരുടെ മത്സരം ഉണ്ടെന്നില്ല എനിക്കറിയില്ല. നമ്മുടെ ചർച്ചകളിൽ പാട്ട് മത്സരം, പ്രസംഗ മത്സരം ഒക്കെ ഉള്ളത് അറിയാം, പക്ഷെ ഇലക്ഷനുള്ള മത്സരം അറിയാം. പക്ഷെ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഒരു മത്സരം ഉണ്ടാകുന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മൾ പോലും അറിയാത്ത മത്സരം ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ വെരി ടെറിബിൾ വിക്കറ്റ് വേൾഡ്. അതിനകത്ത് ഏത് ആയുധം എടുത്ത് പറ്റാം, അത് പൊട്ട തെറ്റായാലും പൊട്ടക്കള്ളമായാലും അതിൽ ഏത് ആയുധം എടുത്ത് പ്രയോഗിക്കാൻ ഒരു പ്രയാസവും ഇല്ലെന്നുണ്ട്. അത് ഈർഷ്യയിൽ നിന്നുണ്ടാകുന്നു. അസൂയ, ഈർഷ്യ, ഇത് വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനർത്ഥം നമ്മൾ തെറ്റ് കണ്ടാൽ പറയരുതെന്നല്ല. തെറ്റ് കണ്ടാൽ തീർച്ചയായിട്ടും പറയണം, ആളെ ബോധ്യപ്പെടുത്തും. ഓക്കെ, അപ്പോൾ സത്യത്തിന് വിരോധമായി ബോഷ്ക് പറയുന്നു. ഈ സത്യത്തിന് വിരോധമായി ബോഷ്ക് എന്നുള്ളത് നമ്മൾ കുറച്ച് വിശദമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. സത്യം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ അബ്സല്യൂട്ട് സെൻസിൽ കണ്ടു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള സത്യത്തിനപ്പുറത്തേക്കുള്ള എല്ലാം ഭൗമികമാണ്, ഒന്നുകിൽ അല്ലെങ്കിൽ പ്രാകൃതമാണ്, അല്ലെങ്കിൽ പൈശാചികമാണ്. എന്താണ് ഈ മൂന്ന് തമ്മിലുള്ള വ്യത്യാസം? ഭൗമികമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് സർവേ ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും. ഒരു കള്ളം പറയും. ഉദാഹരണത്തിന് കേരളത്തിൽ ഈ കോവിഡ് ഭയങ്കര കെയർ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല.
ഈ കഴിഞ്ഞ ഈ വർഷം ഈ സമയത്ത് തുടങ്ങിയിട്ടില്ല, ഒരു മാർച്ച് ഒരു 15-20 ആയപ്പോഴേക്കും കേരളം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ഒരു ആരും വെളിയിലിറങ്ങാത്ത, തെരുവിൽ ഒരാൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലം. ഈ വൈറസിനെ പറ്റി ഒരൊറ്റ ആൾ പോലും വെളിയിറങ്ങുന്നില്ല. വെളിയിലിറങ്ങരുതെന്ന ഓർഡർ. വെളിയിറങ്ങിയ വൈറസ് പിടിക്കും. അന്ന് ഒത്തിരി പേര് കള്ളം പറഞ്ഞു. സൂത്രത്തിൽ വെളിയിറങ്ങി, അവിടെ പോയി വെച്ചിട്ട് ഇവിടെ പോയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവര് ഫോൺ വെച്ചൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോ അത് ഭൗമികമാണ് എന്ന് വേണേൽ പറയാം. ഭൗമികമാണ്, പ്രാകൃതവുമാണ്. രക്ഷപ്പെടാൻ വേണ്ടി കള്ളം അടിച്ചു വിടും. ബോഷ്ക്ക് പറയാം. ഓക്കെ, ഇന്ന് ഞാനൊരു എവിടെ ഒരു CNN മറ്റൊരു ഷോ ആണെന്ന് തോന്നുന്നു. 5 മിനിറ്റ് ഒരു ക്ലിപ്പ്, ഒരു കൊച്ചിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടത്. ആ കൊച്ച് സൂമിൽ കയറാതെ സ്കൂളുകാരെ പറ്റിച്ചു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് റോങ് ആയിട്ട് എൻ്റർ ചെയ്യും. ഒരു 5-6 പ്രാവശ്യം അവൾ മനഃപൂർവ്വം, കുഞ്ഞു കൊച്ച 7 വയസ്സ് 5 വയസ്സ്, പാസ്വേഡ് 5-6 പ്രാവശ്യം റോങ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂം നമ്മളെ പിന്നെ അകത്ത് കയറ്റിയല്ല. ഒരു 5-6 പ്രാവശ്യം അങ്ങ് റോങ് പാസ്വേഡ് കൊടുത്തിട്ട് ബ്ലോക്കാക്കി. സൂമിലോട്ട് പിന്നെ കയറുന്നില്ല. ഇവരെല്ലാം എന്ത് വിചാരിച്ചിട്ടും ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് കയറാൻ പറ്റാത്തത് മാത്രം മനസ്സിലാവുന്നത്. ടീച്ചർമാർ നോക്കി, ഇവിടെ മനഃപൂർവ്വം ചെയ്തതാ സ്കൂളിൽ കയറാതിരിക്കാൻ വേണ്ടി. 3 ആഴ്ചയോട് സ്കൂൾ കട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കും ഒരാൾ പുറകിൽ നിന്ന് നോക്കി കണ്ടുപിടിച്ചു. ഇവിടെ തെറ്റായ പാസ്വേഡ് എൻ്റർ ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ കള്ളം പറയുന്ന ഒക്കെയാണ്. ഭൗമികമാണ്, പ്രാകൃതമാണ്, ബോഷ്ക്ക് പറയുന്നു. എന്നാൽ ചിലത് പൈശാചികമാണ്. കാരണം അത് ദൈവത്തെ ഒട്ടും ഭയപ്പെടാതെ പറയുന്ന കള്ളങ്ങൾ. എല്ലാ കള്ളവും ദൈവത്തിനെതിരാണ്. അത് പിന്നീട് ഈ യാക്കോബിന് ഒരു പൊതുവായ തീമുണ്ട്. നമ്മുടെ ആന്തരികമായ വിശദീകരണം, അതോടൊപ്പം ബാഹ്യമായ എക്സ്പ്രഷൻ, വർക്ക് എക്സ്പ്രഷൻ. ഇതാണ് യാക്കോബ് എപ്പോഴും പറയുന്നത്. അപ്പൊ ബോഷ്ക്ക് പറഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന എന്താണ്? നാവ് ബോഷ്കിനായി ഉപയോഗിച്ചാൽ, നാവിന്റെ ഒരു ദുരുപയോഗമാണ് ദൂഷണം, വേറൊരു ദുരുപയോഗമാണ് ബോഷ്ക്ക്. ഈ നാവ് ബോഷ്ക്ക് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും ബോഷ്ക്ക് ഉപയോഗിച്ച് സത്യം സംസാരിക്കും. നമ്മൾ തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ അവയവങ്ങളാണെങ്കിൽ ബോഷ്ക്ക് പറയാൻ പറ്റത്തില്ല. ബോഷ്ക്ക് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോവാ റോട്ടിൽ കൂടി, അപ്പൊ വഴിയിലൊരു പാമ്പ് കിടക്കും. അപ്പൊ എന്റെ കണ്ണ് എന്റെ ബ്രെയിനോട് പറയാണ്, പാമ്പല്ല, അത് കയറാണ്. അപ്പൊ ബ്രെയിൻ പറയാണ്, ഓക്കെ, കാല് ചവിട്ടിക്കോ. ഇതാണ് വ്യാജപ്പിക്കുന്ന പണി. സഭകൾ തകരുന്നത് ഒരു വലിയ പങ്കും അകത്ത് പ്രചരിക്കുന്ന വ്യാജങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളിൽ നിന്നാണ്, അല്ലെ മാനുഷികമായതിൽ നിന്നാണ്, അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അരിപ്പകൾ കാരണമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സൂപ്പർ അരിപ്പ ഒരു ചർച്ചിൽ ഞാൻ കണ്ടുപിടിച്ചു. ആ ചർച്ച ചെന്ന് കഴിഞ്ഞപ്പം ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം അവിടുത്തെ ചർച്ചയിൽ ഒരു ഭാരവാഹി, അദ്ദേഹം ഒരു ഭാരവാഹിയായിരുന്നു പിന്നീട് മനസ്സിലായത്. ഈ ഭാരവാഹി വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഒട്ടും ആത്മീകനല്ല. ഞാൻ എന്താ കാര്യം? പുള്ളി TV കണ്ടോണ്ടിരിക്കുക. ഞാനൊരു ദിവസം മേടിച്ചു തന്നു. ഞാനോർത്ത് പാസ്റ്റർ വല്ല സിനിമ കണ്ടോണ്ടിരിക്കുവായിരിക്കും, അതായിരിക്കും പുള്ളിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, TV കണ്ടോ? എന്ത് കണ്ടോണ്ടിരിക്കും? വാർത്ത കണ്ടോണ്ടിരിക്കുക പാസ്റ്ററെ. എന്നോട് പറയാം. ഞാൻ പറഞ്ഞു, വാർത്ത കണ്ടോണ്ടിരുന്ന അതിനെന്താ? അപ്പൊ പുള്ളി പറയേ, ഞാൻ അവിടെ 7:30 ആയപ്പോ ചെന്ന, 7:30 ആയപ്പോഴും പുള്ളി വാർത്ത കണ്ടോണ്ടിരിക്കുക. 7:30-ക്കല്ലേ എല്ലാരും പ്രാർത്ഥിക്കാൻ, ആ സമയത്ത് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കണ്ടേ, എല്ലാവരും വാർത്ത കണ്ടോണ്ടിരുന്നാൽ മതിയോ? അപ്പം എന്തുമാത്രം അരിച്ചിട്ടായിരിക്കും പുള്ളിയാ അത് കണ്ടുപിടിച്ചത്. ഞാൻ അന്നേരം വിചാരിച്ചു കാണോ, പാസ്റ്റർ ഏതായാലും നല്ല ആളായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലോ, ഇതല്ലേ പറഞ്ഞു. അത്ര ഭയങ്കര അരിപ്പകൾ വരെയാണ് നമ്മൾ. ഒരു കൊതുക് പോലും അതിനകത്തോട് അപ്പുറത്തെ ആടുന്നു, അതുപോലത്തെ അരിപ്പകൾ.
അപ്പൊ ഇങ്ങനെ മനഃപൂർവ്വമായി വ്യാജം പറഞ്ഞു ആ സഭ ഇന്ന് പല കഷ്ണവും പോലീസ് കേസുമായിട്ട് കിടക്കുക. എല്ലാവരും നീതിമാന്മാരാണ്, ആരും ഒരു ദോഷവും ചെയ്തിട്ടില്ല. മറ്റേ ആള് മഹാപ്രശ്നമാണ്, എവിടെയായാലും മഹാപ്രശ്നം. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലേ? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ട് ഒന്ന് ആലോചിക്കുക, ആരുടെ കുഴപ്പം കൊണ്ട് ഇത്രയും വഴക്കുണ്ടാകും? അയാളുടെ കുഴപ്പം കൊണ്ടല്ലേ? ഞാൻ പാവല്ലേ, എനിക്ക് നന്നായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അയാൾ സമ്മതിക്കണ്ടേ? ഞാൻ എപ്പോഴേ സമ്മതിച്ചു ഞാൻ നല്ലതായിട്ട് ജീവിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള ദൂഷണങ്ങൾ ഇതെല്ലാം വരുന്നത് അശുദ്ധമായ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയം നിറഞ്ഞു കവിഞ്ഞാണ് ഇതെല്ലാം വരുന്നത്. ദൂഷണം പറയാൻ വളയുന്ന പോലെ തന്നെയാണ് നാവ് കള്ളം പറയാനും വളയുന്നത്. ഇത് രണ്ടും നമ്മളെ തകർത്ത് കളയുന്ന കാര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ ആവർത്തിക്കട്ടെ, ഇത് ഇന്ന് തൊട്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഞാൻ ആഹാരം നിർത്താൻ ഒത്തിരി ശ്രമിച്ചതാണ്, കുറയ്ക്കാൻ നടക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു സ്ഥലത്ത് പ്രസംഗമാണെങ്കിൽ ഉച്ചയ്ക്ക് വേറെ സ്ഥലത്തായിരിക്കും, വൈകിട്ട് 4 മണിക്ക് വേറെ സ്ഥലത്തായിരിക്കും, രാത്രി വേറെ സ്ഥലം. ചിലപ്പോൾ ഒരു ദിവസം 5 അടുത്ത് പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം എവിടെ ചെന്നാൽ എന്തെങ്കിലും കഴിക്കുമ്പം വൈകിട്ടാകുമ്പോഴേക്കും ആകെ മൊത്തം ടോട്ടൽ കൂട്ടി നോക്കുമ്പോൾ ഒത്തിരി ആയിരിക്കും. അവസാനം ലോക്ക്ഡൗൺ വന്നപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കുറച്ചേക്കാം, ഈ എവിടെ കുറയും. പക്ഷേ പിന്നെ ഞാനങ്ങ് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ തിന്ന് മരിക്കുന്ന ഒരുത്തനായി മാറാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം. മരിക്കണം, പക്ഷെ തിന്ന് മരിക്കുന്ന മോശമല്ല. പിന്നെ രണ്ടും കൽപ്പിച്ചൊരു 30 കിലോ കുറച്ചു. സമാധാനം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തിരിയെങ്കിലും മെലിഞ്ഞത്. ഓക്കെ, ഞാനിത് പറഞ്ഞു വന്ന കാര്യം, ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര എടുത്താലും നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ദൈവം തീരുമാനിക്കണം. ഗോഡ് ഹാസ് ടു ഹെൽപ്പ്. അത് കുഞ്ഞു തീരുമാനമാണെങ്കിൽ പോലും എത്രയോ വർഷങ്ങൾ കഴിയില്ല, പക്ഷെ ദൈവത്തിന് അത് കഴിയും. എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ എന്തെങ്കിലും നടപ്പാകണമെങ്കിൽ ദൈവം, ഞാനൊരു ലോകപരമായ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, പക്ഷെ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും, ഇതൊക്കെ മനഃശക്തി കൊണ്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും നമുക്ക് ദൈവത്തിന്റെ കൃപയാലല്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നാവ് ദൂഷണത്തിനെതിരെ വളയാതിരിക്കണമെങ്കിലും അതുപോലെ തന്നെ വ്യാജത്തിനായി വളയ്ക്കാതിരിക്കണമെങ്കിലും നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കണം. അവന്റെ ബലത്താൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. നമ്മളൊരു മനുഷ്യനെ അടുത്ത് ചെല്ലുമ്പോഴേക്കും മുറവുമായിട്ട് ചെല്ലണം. സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം നല്ലത് മാത്രമേ ശേഖരിക്കാവൂ, പതിരെല്ലാം പാറ്റി കളയപ്പെട്ടിരിക്കണം. ഓക്കെ, ഇപ്പൊ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ പല വിവാഹങ്ങളും തൊട്ടടുത്ത് ക്ലോസ് ആയിട്ടൊന്ന് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വിവാഹം ഞാൻ നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ ബന്ധുക്കൾ എങ്ങനെയാണ് ഈ നാവ് പറഞ്ഞു പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന അറിയോ? ആ എടാ അവൻ ഉദ്ദേശിച്ചോലൊന്നല്ല കേട്ടോ, അവൻ ഇന്നലെ അവളോട് ചൂടാവുന്ന ഞാൻ കണ്ടോ, അവൻ എന്ത് മറ്റും പറയും. ശരിയാ, അവന്റെ ഭയങ്കര എന്താ ഒരു അഹങ്കാരിയാ. 4 പേര് പറഞ്ഞ 5-മത്തെ ആള് പറയുന്നത് വിട്ടിട്ട് പോകുന്നതായിരിക്കും. ഈ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറ്റം പറഞ്ഞ് എല്ലാ ബന്ധങ്ങളും നശിക്കുന്ന അവസ്ഥയാണ്. ഞാൻ അതുകൊണ്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് പറഞ്ഞു, ദയവായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ബന്ധുക്കളുടെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഫേവറേറ്റീസ് ഉള്ളിൽ കാണും, അവരത് കുളവാക്കും. നിങ്ങൾ അവരോട് തന്നെ പറയാം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ. പറ്റുന്നില്ലെങ്കിൽ ഒരു മുതിർന്ന ഉപദേശിയോ ഒരു സുവിശേഷകനെ പോയി കാണും. ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു വിഷയം നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നിങ്ങളുടെ രണ്ടുപേരുടെ ബന്ധുക്കളുടെ ഇടയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫേവറേറ്റിസം ഉള്ളവരായിരിക്കും. ഉദാഹരണത്തിന് ഭാര്യയുടെ വീട്ടുകാരോട് പറയുവാണ്, ഓ എനിക്ക് മടുത്തു, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ അമ്മായിമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു 70% മരുമകളുടെ കൂടെ നിൽക്കുക, അപ്പൊ തന്നെ അമ്മായിമ്മനെ ഒതുക്കിക്കട്ടെ. കാരണം ഫേവറേറ്റിസ് അവിടെ അങ്ങനെ വർക്ക് ചെയ്തു.
ഈ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വർത്താനം പറഞ്ഞു കഴിയുമ്പോഴേക്കും ദ ഹോൾ സിറ്റുവേഷൻ ബിക്കംസ് ടു കോംപ്ലക്സ്. അത് ഇവർക്ക് പോലും ഊരിപ്പോരാൻ പറ്റാത്ത ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആയിട്ട് മാറും. അത്ര അപകടമാണ് ഈ നാവ് വരുത്തി വെക്കുന്നത്. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിമ്മയെ കുറിച്ചുള്ള പെർസെപ്ഷൻ, അല്ലെങ്കിൽ മരുമകളെ കുറിച്ചുള്ള പെർസെപ്ഷൻ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കുറിച്ചുള്ള പെർസെപ്ഷൻ മാറാൻ ചെറിയ ചെറിയ സംഭവങ്ങൾ മതി അല്ലേ? ആലോചിച്ച് നോക്കി, വളരെ ചെറിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ 4 പേരത് പെരുപ്പിച്ച് പറഞ്ഞു കഴിയുമ്പോഴേ the whole thing changes, the whole situation changes. ഓക്കെ, അപ്പോൾ വിശുദ്ധീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാവധാനത, നമ്മുടെ നാവിന്റെ ശുദ്ധീകരണം, ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ എവിഡൻസ് ആയിട്ട് കാണണമെന്നാണ് നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും വായിക്കുന്നത്. ഇത് വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നു, വിശ്വാസത്തിനുള്ള സ്ഥിരതയെ സംബന്ധിക്കുന്നതുമാണ്. ഓക്കെ, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുണ്ട്. അതാ ഞാനിപ്പോ പറഞ്ഞു. അടുത്ത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, ദാറ്റ് മീൻസ് ഇറ്റ് കംസ് ഫ്രം എ പ്യുവർ ഹാർട്ട്. അപ്പം പ്യൂരിറ്റി ഉള്ളതാണ്. ഉയരത്തിൽ നിന്നുള്ളതെല്ലാം പ്യുവർ ആണ്. അത് ക്രിസ്തുവിൽ നിന്നുള്ളതാണ്, പ്യുവർ ആണ്. അടുത്തത് നിർമ്മലവും, പിന്നെ സമാധാനം. അത് ദൈവവും നമ്മളും തമ്മിലുള്ളൊരു ബന്ധമാണ്. ഈ സമാധാനം നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥമാക്കി വെക്കും. ഇപ്പൊ നമ്മളൊരു കുറ്റം ഒരാളുടെ കേൾക്കുവാണെങ്കിലും നമ്മുടെ ഉള്ളിലെ ആ സ്വസ്ഥത തിങ്ക് അബൌട്ട് ദ അതർ സൈഡ്. മറ്റേയാൾ എന്താ പറയുന്നത്? ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു അല്ലേ, ഓ അവൻ എന്തൊരു സാധനം നോക്കി, അങ്ങനെ പറയാൻ അവന് ധൈര്യം. ഇങ്ങനെയല്ല, ദാറ്റ്സ് നോട്ട് ദ റെസ്പോൺസ്. Because every worldly truth has different shapes. സമാധാനവും നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതുമാണ്. അപ്പൊ നമ്മുടെ ഏത് പ്രതികരണത്തിനകത്തും കരുണ എന്ന് പറയുന്നൊരു ഫാക്ടർ ഇല്ലെങ്കിൽ അത് ദൈവികമല്ല. എത്ര വലിയ നീചനായ പാപിയോടും നമ്മൾ ഇടപെടുമ്പോൾ അതിനകത്ത് കരുണ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ്. ഞാനൊരു എക്സാമ്പിളിന്റെ പറയാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ ചർച്ചിന്റെ ഒരു എൽഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറീസക്കാരനായിരുന്നു. അദ്ദേഹം ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു. പ്രായമായ ആളാണ്. 5 പിള്ളേരാണ് അദ്ദേഹം. ഒരു ആൺകുട്ടിയും 4 പെൺകുട്ടികളും. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അദ്ദേഹം, ഞങ്ങൾ അറിയാത്തൊരു രഹസ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് എല്ലാവരും പുള്ളി കടം മേടിച്ചു, നാട്ടിൽ നിന്ന് മുഴുവൻ കടം മേടിച്ചിട്ടുണ്ട്. ഒരു ദിവസം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു. പ്രിൻസിപ്പള് വിദ്യാർത്ഥി വീട്ടിൽ അന്ന് എന്തോ ബുക്ക് മേടിക്കാനോ പൈസ എന്തിനോ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്ന പൈസ ഈ പുള്ളി കടം മേടിച്ചു. അങ്ങനെ മുഴുവൻ കടമായി കഴിഞ്ഞപ്പം സ്കൂളുകാർ പുള്ളിയെ പുറത്താക്കി. ഇത് പുള്ളി ആരോടും പറയുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. ഞായറാഴ്ച ചർച്ച വരും. ആരും പുള്ളി ജോലി പോയോ എന്നാരും ചോദിക്കില്ലല്ലോ. ജോലി പോയോ, ജോലി ഇപ്പോഴും ഉണ്ടോ എന്നാരും ചോദിക്കില്ല. ഒരു 2-3 മാസം ഇവരെങ്ങനെ ജീവിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. മുഴുവൻ കടമാണ്, പക്ഷെ വീടിനകത്ത് ഇരിപ്പാ. 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അവിടുത്തെ കോളേജിലെ ഒരാൾ പറഞ്ഞ്, വേറൊരു ടീച്ചർ പറഞ്ഞ്, ഇങ്ങനെ ഞങ്ങൾ അറിയുന്നു, പുറത്താക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരിത്തിരി എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അത് ഒരാഴ്ച 1 മാസത്തേക്കുള്ള ചെലവിന് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കടക്കാരൊന്നും കൊണ്ടുപോകുള്ളൂ. നമുക്ക് ആഹാരത്തിന്റെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറയും. അപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു, ഇത് പെന്തക്കോസ്തിൽ ഒത്തിരി പേരുടെ ഇടയ്ക്കുള്ള വിശ്വാസം കേട്ടോ. ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഡിസിപ്ലിൻ ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചെന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുന്ന എന്തിനാ? അയാൾ അനുഭവിക്കട്ടെ. എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഭീകരമായ കാര്യം ആദ്യം കേൾക്കുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ദിവസം ഞാൻ ബൈക്കിൽ ഒരാളുടെ പുറകിലിരുന്ന് വരിക. അപ്പം ഒരാൾ മുടന്തി വയ്യാത്ത ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് നിർത്തുക, അദ്ദേഹത്തിന് ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ പുള്ളി പറയാം, എന്താ ചേസ് ബ്രദർ ഈ പറയുന്നത്? അങ്ങനെ നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം അവരെല്ലാം ദൈവത്തിന്റെ ശിക്ഷയുടെ കീഴിലിരിക്കുന്നവരാ. അവർ മാനസാന്തരപ്പെട്ട ദൈവം അവരെ അനുഗ്രഹിക്കും. വാട്ട് ഡു യു സേ അബൌട്ട് ദാറ്റ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഞാൻ ഈ രണ്ടാമത്തെ കേസിൽ, അതായത് നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞ കാലം നോക്കിയാൽ രണ്ടാമത്തെ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ആദ്യത്തെ ആ പ്രിൻസിപ്പളിന്റെ കാര്യം, അത് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു 2-3 മാസം ഇദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ അറിയാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയാം? അത് ദൈവം അദ്ദേഹത്തിന് ശിക്ഷണത്തിലായിരുന്നുകൊണ്ടാണ്. എന്നാൽ ഇപ്പം നമ്മൾ എന്തിനാ അറിഞ്ഞതെന്നറിയാം? നമ്മൾ കരുണാപാത്രങ്ങളായതുകൊണ്ടാണ്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് കരുണ കാണിക്കാൻ വേണ്ടി മാത്രം, ആരെയും വിധിക്കാൻ വേണ്ടിയല്ല, ആരുടെ ശിക്ഷ എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയല്ല, കരുണ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കരുണ ലഭിച്ചവരും കരുണാപാത്രങ്ങളുമാണ്. ആരെയും ശിക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പുതിയ നിയമസഭ ഡിസിപ്ലിൻ ചെയ്യും, പക്ഷെ ശിക്ഷിക്കില്ല. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ഡിസിപ്ലിൻ ചെയ്യുന്നു. സഭയുടെ പുറത്ത് വിട്ടിട്ട് അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയാണ്. അത് വേദനയോടെയാണ് അവനെ മാറ്റി നിർത്തുന്നത്. ദൈവമാണ് ശിക്ഷിക്കുന്നത്. സഭയുടെ കടമ കരുണ കാണിക്കാം, ഈ അറ്റം വരെ കരുണ കാണിക്കാം. ആ കരുണ അവർ അർഹിക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ അടുത്തേക്ക് ഒരാളെ എന്തിനാ ദൈവം വിടുന്നത്? നമ്മൾ കരുണാപാത്രങ്ങളായി തിരഞ്ഞെടുത്ത ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തരെയും വിടുന്നു. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് നിർമ്മലമായിരിക്കും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമായിരിക്കും. ഹിപ്പോക്രസി. ഈ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം കൂടുതൽ വിശദമായിട്ട് കാണാം. 4-ാമത്തെ അധ്യായം മുഴുവൻ ലോകത്തെക്കുറിച്ചും ആ ബാബിലോണിയൻ സംസ്കാരത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. കർത്താവ് എത്ര തീക്ഷ്ണമായിട്ടാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിൽ സീ ദാറ്റ് ടുമോറോ, ഗോഡ് വില്ലിംഗ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആന്തരികമായ വിശുദ്ധീകരണം പ്രാപിച്ച് ഞങ്ങളുടെ നാവ് ആ വിശുദ്ധിക്ക് ഒത്ത രീതിയിൽ കർത്താവെ, ഞങ്ങളുടെ നാവ് സമീകൃത ആഹാരം എന്ന പോലെ അനേകരെ ജീവിപ്പിക്കുന്നതാകുവാൻ, കരുണ കാണിക്കുന്നതാകുവാൻ, വിധിക്കാതിരിക്കുന്നതാകുവാൻ കർത്താവ്, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലെല്ലാം ഈ നാവ് ചെയ്യുന്ന ദോഷം, വ്യാജം പറയുന്നതും അതുപോലെ അഹങ്കരിക്കുന്നതും കർത്താവെ നിന്ദിക്കുന്നതും എല്ലാം കർത്താവെ അവസാനിച്ച് ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധി പ്രാപിക്കുവാൻ, അങ്ങയുടെ നാവായി മാറുവാൻ, അങ്ങയുടെ ശബ്ദമായി മാറുവാൻ കർത്താവെ ഞങ്ങളെ അവിടെ വിളിച്ചതിനായിട്ട് സ്തോത്രം. അതിന്റെ ശക്തിയും ബലവും നീ ഞങ്ങൾക്ക് നൽകണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.